Hello friends, so welcome to another episode of Samskari Vibes by Shinigami Studios. ഇന്ന് നമ്മൾ വൺ പീസിൻ്റെ ഒരു എപ്പിസോഡാണ്. ഓവറോൾ എല്ലാവർക്കും താല്പര്യം അതാണ്, അതുകൊണ്ട് നമ്മൾ വൺ പീസിനകത്ത് തന്നെ വരികയാണ് ഒബിയസ്ലി. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വൺ പീസിൻ്റെ ഇപ്പോഴത്തെ മാങ്ക വായിക്കുന്നവർക്കറിയാം, ലാസ്റ്റ് ആർക്കുമ്പോൾ തീർന്നു. എഗഡ് ഏകദേശം സോറി ഫോർ ദ ഇൻ്റർഫിയറൻസ്. അതാ മുതലാളി വീണ്ടും പണി പറ്റിച്ചു. സോ മാങ്ക വായിക്കുന്നവർക്കറിയാം, ഇപ്പോൾ എഗഡ് ആർക്ക് തീർന്ന് അടുത്ത ചാപ്റ്റർ മുതൽ എൽബാഫ് ആർക്ക് തുടങ്ങുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ ഡിസ്കഷൻ ചെയ്യാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതായത് അടുത്ത ക്യാരക്ടേഴ്സ് ഡെവലപ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും, പുതിയ പവറപ്പുകൾ എന്തൊക്കെ വരുന്നുണ്ട്, അത് കണക്ക് ആനിമേഷൻ്റെ അത് ശ്രദ്ധിച്ചത്, ആനിമേഷൻ വ്യത്യാസം വരുമോ ഇല്ലയോ. സോ ഓവറോൾ എങ്ങനെ ആയിരിക്കും ഈ ഒരു ആർക്ക് മാറാൻ പോകുന്നത്, ഓർ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ന്യൂസ് ആകെ ഇത് കഴിയുമ്പോൾ അടുത്താണോ ന്യൂസ് ആകെ വരാൻ പോകുന്നത്? അങ്ങനെ ആകെയാണ്. പക്ഷെ അതിനകത്ത് പറയുന്നത് ലാസ്റ്റ് ആർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഒറ്റക്കണ്ണം വരുന്നത് പറയുന്നല്ലേ, മറ്റേ വൺ പാച്ച് വരുന്നു. അത് ആർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്, സാഗ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെന്നാണ് പറഞ്ഞത്? അല്ല, അത് എത്തുമ്പോൾ വൺ പീസ് തീരാറായി എന്നുള്ളതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. സോ വി ക്യാൻ വെയിറ്റ് ഫോർ അനദർ 2 or 3 years. കൂടിപ്പോയാ കഴിഞ്ഞാൽ കാരണം ഇപ്പം മാങ്ക വായിക്കുന്നവർക്കറിയാം ഇപ്പം കുറച്ച് റഷിലാണ് സത്യം പറഞ്ഞാൽ പോകുന്നത്. അത് നമുക്ക് തോന്നുന്നതാണ്, കാരണം നമ്മൾ ആനിമയെ കണ്ട് ആ ഒരു ഫ്ലോയിൽ വന്നിട്ട് പിന്നെ മാങ്കയിൽ കയറുമ്പോൾ ആ ഒരു റഷ് തോന്നുന്നതായിരിക്കാം. അല്ല ഞാൻ പറയട്ടെ, ഇത്രയും ബിൽഡപ്പിൽ ആദ്യം കൊണ്ടുവന്നാണ് വാർലോഡ്സ്. ഈ വാർലോഡ്സിന് ഓരോ ആർക്കിലാണ് ഓരോ വാർലോഡുകൾ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് എംബറേഴ്സ് വന്നു, ഓരോ എംബറേഴ്സിനും ഓരോ ആർക്കാണ്, ഇൻക്ലൂഡിങ് എൽബാഫ് എന്ന് പറയുന്നത് ഷാങ്സിൻ്റെ ആർക്കാണ്. അപ്പോൾ ഓരോ ആർക്ക് ഓരോ യോങ്കോസിന് വേണ്ടിയുള്ളതായിരുന്നു. അതേപോലെ ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുവന്ന ആൾക്കാരാണ് എൽഡേഴ്സ്. ഈ 5 എൽഡേഴ്സിനും കൂടി ഒറ്റ ചാപ്റ്റർ ഇട്ടാണ് ഒറ്റ ആർക്കിലിട്ടാണ് അടിച്ചത്. ഒന്ന് ഇൻട്രോ എടുത്തിട്ടല്ലേ. ഇപ്പം വേണമെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ ഈ 5 എൽഡേഴ്സിന് 5 ആർക്ക് ഉടനെ അറിയാമല്ലോ. അയാളുടെ ഹെൽത്ത് നോക്കണ്ടേ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് റഷിങ്ങിലാണ് പോകുന്നതെന്ന്. ഡെഫിനറ്റ്ലി കുറച്ച് റഷിങ്ങിൽ ആണ് മാങ്ക ആർക്കുകൾ പോകുന്നത്. ആനിമയിൽ കുറച്ചും കൂടി അവർ ഡെവലപ്ഡ് ആയിട്ടാണ്. പക്ഷേ ആ ഒരു റഷ് പെട്ടെന്ന് അങ്ങനെ തോന്നൂല, കാരണം ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ ചാപ്റ്ററിനേക്കാളും കുറച്ചുകൂടെ മനോഹരമായ രീതിയിൽ അല്ലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു നമുക്ക് ഒരു പീക്ക് ഫീല് തോന്നുന്ന രീതിയിലാണ് ഓരോ സാധനങ്ങൾ കൊണ്ട് ഇറക്കുന്നത്. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ സ്കൈപ്പ് ആർക്ക് മാത്രമേ ഉള്ളൂ വൺ പീസിൻ്റെ ഒരു ഡിപ്രീഷിയേറ്റിംഗ് ആർക്ക് എന്ന് പറയുന്ന ഓവറോൾ എല്ലാ. ലോങ് റിംഗ് ലോങ് ഐലൻഡ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഡിപ്രീഷിയേറ്റ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിഷ്മാൻ ഐലൻഡ്, അത് കഴിഞ്ഞിട്ടാണ് സ്കൈപ്പിയ. ഫിഷ്മാൻ ഐലൻഡിൽ അത്ര പോരായിരുന്നു, പക്ഷേ അത് കുഴപ്പമില്ല. ഞാൻ പറയുന്ന പറഞ്ഞാൽ അങ്ങനല്ല, ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നരൂട്ടോ വേറെ ഏതൊരു അനിമയായിരുന്നു ആ സമയത്ത് ടോപ്പ് അടിച്ചിരുന്നത് വൺ പീസിന് മുകളിൽ കയറിയിട്ട്. പക്ഷേ അല്ല നോക്കുകയാണെങ്കിൽ 1999 ഒക്ടോബറിന് ശേഷം 2000 മുതൽ 2027 വരെ ഒക്കെ ആണെങ്കിൽ എല്ലാ വർഷവും വൺ പീസാണ്. ജയ എന്നൊക്കെ പറയും പിള്ളേർ പറയട്ടില്ലേ, പോട്ടെ. കുട്ടികൾ അവരുടെ സന്തോഷത്തിന് ഓരോന്നും പറയുന്നതല്ലേ, പോട്ടെ. തെറ്റുകൾ പറ്റല്ലേ, ക്ഷമിച്ചു കൊടുക്കണം. ഓക്കെ, നീ നിന്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സിനായിരിക്കും അടുത്ത ഒരു എൽബാഫ് എന്ന് പറഞ്ഞ ആർക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്? ഇതുവരെ ഉള്ള പല ഫോർ ഷാഡോയിങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഉസോപ്പ് ഈസ് ദ നമ്പർ 1 പേഴ്സൺ ഹൂ നീഡ്സ് പവർ അപ്പ് അല്ലേ. കാരണം ഈ എഗഡിൽ നമുക്ക് മനസ്സിലായി ഉസോപ്പ് ഒരു ഇതും ഇല്ലാതായി കിടക്കുകയാണ്. കാരണം അയാൾ നല്ല രീതിയിൽ വന്ന ഒരു ക്യാരക്ടറായിരുന്നു ഉസോപ്പ്. ഈ ഡ്രസ്റോസയിലൊക്കെ എന്ന് പറഞ്ഞാൽ പീക്കടിച്ച് നിന്ന്. ഡ്രസ്റോസയിലെ MVP ഉസപ്പാണ്. ഡ്രസ്റോസ, എനിയസ് ലോബി, ത്രില്ലർ ബാർക്ക്, അതിലൊക്കെ MVP സ്റ്റാറ്റസ് ഉള്ള ക്യാരക്ടറായിരുന്നു ഉസോപ്പ്. പക്ഷേ വാനോയിലും എഗഡിലും എത്തിയപ്പോൾ ആ സ്റ്റാറ്റസ് അങ്ങ് കുറഞ്ഞു. അതിന് പകരം സോറോ, സാഞ്ചി, ബാക്കിയുള്ള 1-2 സ്ട്രോ ഹാറ്റ്സിനൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുത്തത്. അപ്പോൾ ഏതായാലും ഇനി എൽബഫിലാണ് മേജറായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളത്.
എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ഹാക്കിയിൽ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ഒബ്സർവ് വരാൻ ചാൻസ് ഉണ്ട്. അല്ല ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് ട്രെയിൻ ചെയ്തെടുക്കുക, അതാണ് ഇനി വരാനുള്ളത്. പിന്നെ ആർമമെൻറ്റ് ഹാക്കി വരുമെന്ന് നിനക്ക് ഉറപ്പാണോ? ക്യാരക്ടറിന് വന്നാലേ കാര്യമുള്ളൂ. കാരണം ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടേഴ്സിനെ നോക്കുമ്പോൾ വാനോഗർ, പിന്നെ എൽഡേഴ്സിൽ 1-2 ക്യാരക്ടേഴ്സ്, ഇനി വരുന്ന ഹോളി നൈറ്റ്സ്, അവരെയൊക്കെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആർമമെൻ്റ് ഇല്ലെങ്കിൽ പാടുപെടും. എന്തായാലും പാടുവരുമല്ലേ? നല്ല രീതിയിൽ പാടുപെടും. ഓക്കെ. അപ്പോൾ അല്ല, അത് ഒബിയസ്ലി തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ലിറ്റിൽ ഗാർഡനിലാണെങ്കിലും ഡ്രസ് റോസയിലും ഈ പറഞ്ഞ ജയൻസുമായിട്ടുള്ള ഇവൻ്റെ ഒരു ഇനിയസ് ലോബിയിൽ അതായത് ജയൻസുമായിട്ട് എങ്ങനെയാണ് ഇടപഴകുന്നു, ഇവൻ്റെ ഒരു ഇൻട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഇനിയസ് ലോബിയിലുണ്ട്. ഒയ്മയും കാശിയും അങ്ങനെ. ഇപ്പോഴ് ഡ്രസ് റോസിലല്ല, ഇതിനകത്ത് ഡ്രസ് റോസിലുണ്ട് ഹൈറുദ്ദീൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഹൈറുദ്ദീൻ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ആ ഒരു സീനുണ്ടല്ലോ, അപ്പോഴാണല്ലോ അല്ലെങ്കിൽ ഗോഡ് ഉസപ്പ് ആകുന്നത്. അല്ല ആ ഡയലോഗ് പറയണ എന്തോ പറയും, പക്ഷെ അയാൾ പറയുന്ന ഉസവ് പറയുന്ന അതല്ല, എന്നെ താഴെ ഇറക്കണം മാറിയാണ്, എന്റെ കൈ ഇപ്പം വിട്ടുവരൂടാ. അയ്യോ അത് വിറ്റ് സീനായിരുന്നു അത്. അല്ല, അത് ആദ്യം മുതലേ ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇവൻ വേറൊരു കാര്യമുണ്ട്, ഞാൻ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺ ഇടിച്ചിട്ടുള്ള ക്യാരക്ടർ ആരാ? ഇടിച്ചിട്ടുള്ള ലൂഫി. സെലസ്റ്റിയൽ ഡ്രാഗണിന്റെ മേളിൽ കയറി ഇരുന്നിട്ടുള്ള ക്യാരക്ടർ ആരാ? ഉസപ്പ ആ ഒരു സ്ഥലത്തോട്ട് വരുന്ന സമയത്ത് അവൻ മറ്റേ ഓട് പൊത്താ കയറി വന്ന് വീഴുന്നത് സത്യം പറഞ്ഞാൽ ലാൻഡ് ചെയ്യുന്നത് ഇവ ഇരിക്കുന്ന സെലസ്റ്റിയൽ അവന്റെ മേളിലാണ്. എന്നിട്ടാണ് താഴെ നോക്കിയിട്ട് പറയുന്നത് സോറി സോറി. ഉസഫിനോടൊന്നും തോന്നല്ലേ? അതുകൊണ്ട് ഹീസ് ഓൾറെഡി ഗോഡ്. ഗോഡ് സ്റ്റാറ്റസ് അച്ചീവ് ചെയ്ത ഒരു നോർമൽ ക്യാരക്ടർ. അല്ല, ഈ നമുക്കറിയാമല്ല, ഇപ്പം ഒടയെന്ന് പറഞ്ഞ ആള് ആ പുള്ളിക്കാരൻ്റെ ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ ഫോർഷാഡോയിങ് ചെയ്തിരിക്കുന്നത് ഉസപ്പിലൂടെയാണ്. സ്റ്റാർട്ടിങ് മുതലൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഫോർഷാഡോയിങ് എനിക്ക് തോന്നുന്ന ഫോർഷാഡോയിങ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഡ്രമ്മയിലല്ലോ ഇവൻ ആദ്യം കാണിക്കുന്ന ഐലൻഡിൻ്റെ പേര് സിറപ്പ് വില്ലേജിൽ വെച്ചിട്ടാണ്. സിറപ്പ് വില്ലേജിൽ വെച്ചിട്ടാണ് ആദ്യം ഈ ഫോർഷാഡോയിങ് എന്ന് പറഞ്ഞ സംഭവം ഇളങ്ങ് എടുത്തങ്ങ് വിടുന്നത്. ചട്ടപ്പടാന്ന് ഇവ മറ്റേ കയയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലായി ഓരോരോ ഫേബിൾസ് പറയുന്നത് ഓരോ ഇറക്കി വിടുന്നത്. അത് ഓരോന്ന് സത്യമായി വരുന്നത് കേൾക്കുമ്പോൾ മോനെ മറ്റേ എന്തിനാ പറയുന്നത് മീൻ്റെ കേട്ടോ കണ്ടിട്ട് വലിയ ഇതാണെന്ന് തോന്നി. ഇന്നും ഒരു ഐലൻഡാണെന്ന് തോന്നി. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ലിറ്റിൽ ഗാർഡൻ എത്തുമ്പോൾ ആ മീൻ അതേപോലത്തെ ഒരു മീൻ വരുന്നത്. അത് കണക്ക് കുറേ ഉണ്ട്. ആമയുടെ എന്തോ അങ്ങനെ കുറേ ആമയുടെ പുറത്ത് കയറിയിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോഴാ ഈ ഒരു കാര്യങ്ങളെല്ലാം ശരിയായി കൊണ്ടുവരും. അതണക്ക് തന്നെ ഇപ്പം ആദ്യം പോലെ പറയുന്നുണ്ട് എനിക്ക് 5,000 ആർമി 8,000 ആർമി മെമ്പേഴ്സ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇപ്പം 5,000 ആൾക്കാർ ഇവൻ്റെ കൂടെ ഉണ്ട്. അല്ല 8,000 തന്നെ. ഗ്രാൻഡ് ഫ്ലീറ്റ് 5,000 പേരാണ്. 8,000 അല്ല 5,000 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 5,000 തന്നെ. 5,000 ഫൈനൽ ഇറങ്ങത്തുമ്പോൾ 8,000 ആവും. അതോ 5,000 ആൾക്കാർ ഇപ്പോൾ അവൻ്റെ ഉണ്ട്. അതും ഇവരെല്ലാവരും ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ലൂഫി അല്ല, ഉസപ്പാണ്. ഉണ്ടോന്ന് അറിഞ്ഞൂടാ, അതാണ് കോമഡി. അത് ഉണ്ട്, പക്ഷെ അറിയത്തില്ല. ഉണ്ടെന്നറിയാം. ഇല്ല, അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ സാക്കെ തരാം എന്ന് പറഞ്ഞപ്പോ. അല്ലല്ല, താല്പര്യമില്ല. നിങ്ങൾ ഇതിനകത്ത് നടന്നോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം. ആ ഒരു ഇതേ പറയുന്നുള്ളൂ. സാക്കെ ഫ്രണ്ട്സ് ആണ്, അത്രേ ഉള്ളൂ. സാക്കെ എടുക്കുമ്പം ലൂഫി പറയല്ല, ലൂഫി പറയാം എനിക്ക് വേണ്ട ഓർണ സോറ ആ സാക്കി അതാണ് ഉസപ്പാണ് സത്യം പറഞ്ഞാൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ആ ഒരു ഗ്രാൻഡ് ഫ്ലൈറ്റ് മൊത്തത്തിൽ തന്നെ. അതിന് കാരണക്കാരനെ ഉസപ്പാണ്. കാരണം അതണക്ക് തന്നെ അവൻ മറ്റേ ഡാർഫ്സിന്റെ കാര്യം ഈ പറഞ്ഞ കൈയെടുത്ത് സംസാരിക്കുന്നുണ്ട്. നോളൻഡ് അല്ല, നോളൻഡ് എനിക്ക് തോന്നുന്നുണ്ട് നോളൻഡിന്റെ ഡിസെൻഡന്റ് ആണ് ഇവനെന്ന്. ഇല്ല
എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ ഒരു വില്ല് ഇവൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തോ നീ ഇപ്പം ഡീക്ലാൻ്റെ വില്ല് ഇപ്പം ഹോൾഡ് ചെയ്യുന്നതാണ് കാര്യം, ലൂഫി ഹോൾഡ് ചെയ്യുന്ന കണക്ക് ഈ പറഞ്ഞ നോളൻ്റെ രണ്ടുപേരും ഹോൾഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് നാമി, ഒന്ന് ഉസപ്പ്. നാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നാവിഗേറ്റർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോളൻ്റെ ഒന്ന് നാവിഗേറ്ററാണ്. പിന്നെ അവൻ്റെ ഇതെന്തുവാ വേൾഡ് ഈ മൊത്തം കണ്ടുപിടിക്കുക, അതിൻ്റെ അത് മൊത്തം റിസർച്ച് ചെയ്യുക, അതാണ് അവൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ്. അല്ല നോളൻ്റെ ഈ വേൾഡ് സെഞ്ചുറിക്ക് ശേഷം വന്ന ക്യാരക്ടർ 400 വർഷമുണ്ട് മുമ്പ്. 400 വർഷം മുമ്പ്. അപ്പോൾ അപ്പോഴും ശരിയാണ്, ഷാൻഡോറ അപ്പോഴേ ഉള്ളൂ. ആ സമയത്താണ് ഷാൻഡോറ മറ്റേ ഇതിനകത്ത് പെട്ട് മുകളിലോട്ട് പോകുന്നത്. ഏതാ ഷാൻഡോറ അല്ല, മറ്റേ കറണ്ടിലായിട്ട് പോകുന്നത് 400 വർഷം അങ്ങനെ ആ സമയത്താണ്. അതൊക്കെ നോളൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള നോളൻ്റെ വില്ല് ആ ഒരു കാര്യത്തിലൊക്കെ നാവിഗേറ്റർ എന്നുള്ളത് നാവിഗേറ്റർ നാമിയാണ് ഹോൾഡ് ചെയ്യുന്നത്. നിനക്ക് തോന്നിയിട്ടുണ്ടോ നാമിക്ക് ഒബ്സർവേഷൻ ആക്കി ഉണ്ടാകും എന്നുള്ളത്? കാരണം ഡ്രം ഐലൻഡിൽ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ അത് ഫോർ ഷാഡോയിങ് പോലെ ആയിരിക്കാം. ഡ്രം ഐലൻഡിൽ പോകുന്നതിന് മുമ്പ് അവിടെ ഒരു സ്റ്റോമിൽ പെട്ടിട്ടായിരിക്കും ഡ്രം ഐലൻഡിലേക്ക് പോകുന്നത്, ലിറ്റിൽ ഗാർഡനിൽ നിന്ന്. അപ്പോൾ ഈ മറ്റേ ആ ഡിസീസ് വരൂലേ, ആ ഒരു കൊതുക് കടിച്ചതിൻ്റെ ആ ഒരു ഡിസീസ് വന്ന് തുടങ്ങിയതിന് ശേഷം ഇവളാണെങ്കിൽ മേഘത്തിൽ നോക്കിയിട്ട് ഒരു സ്റ്റോം വരാൻ പോകണം. അല്ല പക്ഷെ ബാക്കിയുള്ളവർ പറയുന്നു അല്ല, ഓൾറെഡി തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ക്ലൈമറ്റുമായിട്ടാണ് ഇവളുടെ പവറും ഇവളുടെ അറിവുകളും ഉള്ളത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുകൾ ഇവർക്ക് ആദ്യം ഈ പറഞ്ഞ ഗ്രാൻഡ് ലൈനിൽ വരുന്ന സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ മാറും എന്നുള്ളത് ഇവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അപ്പോഴും തന്നെ മറ്റേ നമ്മുടെ അയാളെ പേരെന്ത് വരുന്ന സൈറസ് ഉണ്ട്, ക്രോക്കസ് അപ്പോഴാണ് പറയും നിങ്ങൾ ഇതുവരെ കണ്ട സ്ഥലങ്ങൾ പോലല്ല, ഈസ്റ്റ് ബ്ലൂ വെസ്റ്റ് ബ്ലൂ ഒന്നും കണക്കൊന്നുമല്ല. ഗ്രാൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടുത്തെ ഇതുകൾ മാറും, അറ്റ്മോസ്ഫിയർ മാറും, ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാവും. അതാണ് കാരണം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകുന്നുള്ള ദിശ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ലോക്ക് പോസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ അപ്പോഴും മുതലുള്ള ഇവളുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. ഇവൾ അതിനുശേഷം ഈ പറഞ്ഞ ഗ്രാൻഡ് ലൈനിൽ കയറുമ്പോൾ മുതൽ തന്നെ ഇവൾ പലപ്പോഴും പറയുന്നുണ്ട് ഇപ്പോൾ ഒരു സ്റ്റോം വരും എന്നുള്ള രീതിയിൽ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സ്റ്റോം വരുമെന്ന് പറയുമ്പോൾ തന്നെ ഇവളെ എല്ലാവർക്കും വിശ്വാസം പോവാം. അപ്പോഴന്നെ അവർ കാരണം നേരത്തെ ആ ഒരു നാവിഗേഷൻ സ്കിൽസ് കാണിച്ചത് ആ നാവിഗേഷൻ സ്കില്ല് കൊണ്ടാണ് ഇവള് പറയുന്നത്. അല്ലാതെ പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞാൽ ഇവക്ക് അവസാനം വരെയും എനിക്ക് തോന്നുന്നില്ല ഇവക്ക് ഒബ്സർവേഷൻ ഹാക്കി കിട്ടുന്നു. മേ ബി ആർമമെൻറ്റ് ഹാക്കി ഇവക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയേക്കും, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആർമമെൻറ്റ് ഹാക്കിയുടെ ആവശ്യമില്ല. പക്ഷേ ഒബ്സർവേഷൻ ആർമമെൻറ്റ് ഹാക്കിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടൊരു ക്യാരക്ടർ ഉണ്ട്, മറ്റേ ക്ലൗഡ് സിയൂസ് എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സിയൂസ് ഇവിടെ ഉണ്ടായിരുന്നു. ഗോഡ് വാലി ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് സിയൂസ് അവിടെ ഉണ്ട്. സിയൂസിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എങ്ങനെ ഇരിക്കും ഇപ്പോൾ അതിൽ പുറത്തിറങ്ങി? ഓക്കെ, ക്ലൗഡിൻ്റെ അത് ഏത് മറ്റേ വെതറിയുടെ കേസല്ലേ? മനസ്സിലായി. സ്പോയിലർ പറയണ്ട, ഞാൻ സ്പോയിൽ ആവുന്നുണ്ട്. അല്ലാതെ വീഡിയോ സ്പോയിൽ ആയി എനിക്ക് വലിയ പ്രശ്നമില്ല. എനിക്ക് സ്പോയിൽ ആവുന്നില്ല. അല്ല അത് ചെറിയ കേസാണ്, വെതറിയുടെ കേസ്. അല്ല, ഗോഡ് വാലിയിൽ ഇൻസിഡന്റിൽ ആ ഒരു ക്യാരക്ടർ ഉണ്ട്, സിയൂസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം സണ്ണിന്റെ പേരെന്തായിരുന്നു? സണ്ണിന്റെ പേരെന്തായിരുന്നു? പുതിയതായിട്ട് വരുന്നത് ഹെറ, നെപ്പോളിയൻ, മറ്റേ നെപ്പോളിയൻ വാള്. അയ്യോ, അതെല്ലാം ഇവരുടെ പേരുകളാണ്. അപ്പോളോ അല്ല, ഏതൊരു ഗോഡിന്റെ പേര്. ഇതെല്ലാം ഗോഡ്സിന്റെ പേരുകൾ തന്നെ. പ്രൊമീത്തിയസ് അതാണ്. പ്രൊമീത്തിയസ്, സ്യൂസ്. പ്രൊമീത്തിയസ് അല്ലേ മറ്റേ മനുഷ്യർക്ക് ഫയർ കൊണ്ട് കൊടുക്കുന്നത് ആ ഒരു ദൈവമാണ്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, ഈ ഗോഡ് വാലി ഇൻസിഡൻറ്റിൽ അതിൽ കാണിക്കുന്നുണ്ട് നെപ്പോളിയൻ, പ്രൊമീത്തിയസ്, പിന്നെ സ്യൂസ്. ഇവർ 3 പേരും ആ ഒരു ഇൻസിഡൻറ്റിലുണ്ട്. ഇനി ആകെ ഉള്ളത് സ്യൂസ് മാത്രമാണ്. അപ്പം ഇവർ പിന്നെ സിയൂസിൻ്റെ ഈ എക്സിസ്റ്റൻസ് കൊണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. സിയൂസിൻ്റെ എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബിഗ് മമ്മ ജീവനോടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം ബിഗ് മമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതും മരിക്കാൻ ചാൻസ് ഉണ്ട്. ഡബിൾ ഫ്രൂട്ട് പവർ ആണല്ലോ. സോ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ ഫ്രൂട്ട് പവറും പോകും. പിന്നെ വേറെ ഒരു ഡൗട്ട്, ഈ ബിഗ് മമ്മിന് പവർ കിട്ടിയത് എങ്ങനെയായിരിക്കും? ബിഗ് മമ്മിന് ഡബിൾ ഫ്രൂട്ട്
കഴിച്ചിട്ട് അത് എനിക്ക് തോന്നുന്നു മറ്റേ മദർ കാരമലിനായിരുന്നു അതിന് മുമ്പുള്ളത്. മദർ കാരമലിനെ കഴിക്കുമ്പം ആ മദർ കാരമൽ കഴിച്ച ഡബിൾ ഫ്രൂട്ട് പവർ ഇവർക്ക് കിട്ടിയതാണ്. അവരെ കഴിച്ചപ്പോൾ ഉള്ളതായിരിക്കാം. കാനിബലിസം ആണല്ലോ ആ സമയത്ത് ഇവളുടെ ബിഗ് മമ്മ. അല്ല, അതൊരു തിയറി ഉണ്ട്. അതേ സെയിം തിയറിയാണ് ഇവൻ ബ്ലാക്ക് ബിയർഡ് യൂസ് ചെയ്യുന്നത്. ഡിവോർ ചെയ്യും, ഹാർട്ടിനെ ഡിവോർ ചെയ്യും. പക്ഷേ ഡാർക്ക്നെസ്സിൻ്റെ പവർ എന്നുള്ളതാണ് ബ്ലാക്ക് ഹോൾ ടു അബ്സോർബ് എവരിത്തിങ്. ആ ഒരു തിയറിയാണ് പറഞ്ഞുകൊണ്ട് അത് ആവാം. അടുത്തത് ലൂഫിക്ക് ഉള്ള പവറപ്പ് എങ്ങനെ വരുമെന്നാണ് വിചാരിക്കുന്നത് എൽബാഫിൽ. ഇനി വരാനുള്ള പവറപ്പ് ഏതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഞാൻ മാങ്ക വായിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇനി വരാനുള്ള ഒരു 2 ടൈപ്പ് പവറപ്പ് ഉണ്ട്. ഒന്ന് ട്രൂ പവർ അൺലോക്ക് ചെയ്യുക ഇതിൻ്റെ. പിന്നെ മറ്റേ ഹക്കോക്കു ഇക്കോക്കു ഇല്ലേ, അത് അൺലോക്ക് ചെയ്യേണ്ടി വരും അവർ. അത് മിക്കവാറും അൺലോക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത് സോറോയോ സാഞ്ചിയോ അൺലോക്ക് ആയിരിക്കും. സോറോ ആയിരിക്കും, കാരണം സോഡുമായിട്ട് ആ ഒരു സാധനം ഹക്കോക്കു അത് മിക്കവാറും ഇവൻ അക്യൂർ ചെയ്യും. അത് സോറോ അക്യൂർ ചെയ്യാൻ മോറിലേക്ക് ഷാങ്സിൻ്റെ കണക്ക് ആവാനുള്ള സാധ്യതയുണ്ട് സോറോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഫൈറ്റ് കാമസാരി പോലത്തെ കാമസാരി പോലത്തെ, അതായത് ഇത് യൂസ് ചെയ്തിട്ടുള്ള ഫൈറ്റ് അഡ്വാൻസ് കോങ്കർ ഹാക്ക് യൂസ് ചെയ്തിട്ടുള്ള ഫൈറ്റ്, അഡ്വാൻസ് കോൺഗ്രസ് അത് യൂസ് ചെയ്തിട്ടുള്ള ഫൈറ്റ്. അതായത് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒബ്സർവേഷൻ ഹാക്കിയ ബ്രേക്ക് ചെയ്യാനുള്ള പവർ ഷാങ്സിൻ്റെ കോങ്കർ ഹാക്കിക്കുണ്ട്. അതാണല്ലേ ഷാങ്സ് ഫൈറ്റ് ചെയ്യുമ്പം എതിരാളിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഒബ്സർവേഷൻ ഹാക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒബ്സർവേഷനും ആർമമെന്റിനും പിന്നെ ആർമമെന്റിനെക്കാളും സുപ്പീരിയർ ആണ് ഓഫ് കോഴ്സ് കോങ്കർ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യാനില്ല. സോ അത് സോറ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എന്നോട് ചർച്ച കഴിഞ്ഞിട്ടിരിക്കും. സോ ഉസപ്പിൻ്റെ അച്ഛൻ അല്ല, ഉസപ്പ് അതിൻ്റെ ഹിസ്റ്റോറിക്കലല്ല, നമ്മുടെ റിയൽ ലൈഫിനകത്തുള്ളൊരിത്. ഉസപ്പ് എന്ന് പറയുന്ന പേര് വന്നെന്ന് പറഞ്ഞാൽ ഈസോപ്പ് എന്ന് പറയുന്ന ഈസോപ്പ് ഫേബിൾസും പിനോക്കിയനെയും കൂടെ ചേർത്താണ് ഇതാക്കിയത്. മൂക്കിന് നീളം കൂടുന്നില്ലെന്ന് മാത്രം, കൂടത്തില്ല, കൺസിസ്റ്റന്റ് ആണ്. ഓൾറെഡി ലൈ ചെയ്തിട്ടുണ്ട്, ഇത് കൂടുതലും പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ആ ഒരു കഥയിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. സോ അതവിടെ നിൽക്കുമ്പം തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഈ എൽബാഫ് എന്ന് പറയുന്ന പേര്, എൽബാഫ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഫേബിൾസ് എന്ന് വായിക്കും. എൽബാഫ് ഈസോപ്പ് ഫേബിൾസ്, എൽബാഫ് തിരിച്ചിട്ട ഫേബിൾസ്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ കള്ളം പറയുന്ന ക്യാരക്ടർ മിസ്ചീഫ്, ദ ഗോഡ് ഓഫ് മിസ്ചീഫ് ലോക്കി എൽബാഫിലുണ്ട്. സോ ബൈ ഗ്രീക്ക് മിത്തോളജി, ഗ്രീക്കല്ല നോർസ് മിത്തോളജി, ഈ ഒരു ക്യാരക്ടറിന് ഒരു നോർഡിക് പവർ കിട്ടാനുള്ളതിൻ്റെ സാധ്യത, അല്ലേ ഒരു നോർഡിക് വെപ്പൺ നോർഡിക് വെപ്പൺ കിട്ടാനുള്ള സാധ്യത. കാരണം നോർഡിക് ആണല്ലോ ഈ പറഞ്ഞ വൈക്കിങ്സ്, ജയൻസ് എന്ന് പറയുന്ന ഒരു ഇത്. അവരുടെ ആർക്കിടെക്ചർ കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. അല്ല, ജയൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നോർസ് മിത്തോളജി വായിച്ചുള്ളവർ അറിയാൻ പറ്റും. ഗ്രീക്കിലുണ്ട് ജയൻസ്, ഗ്രീക്കിലും ഉണ്ട്. അങ്ങനല്ല, ഈ നോർസ് മിത്തോളജിയിൽ ആദ്യത്തെ വരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റിലെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ഐസ് ജയൻസ് ആണ്, ഫ്രോസ്റ്റ് ജയൻസ് ആണ് ആദ്യം ഉണ്ടാവുന്നത്. ഈ ഫ്രോസ്റ്റ് ജയൻസ് എന്നതാണ് പിന്നീടാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് പറയുന്നത്. അതിനകത്ത് തന്നെ ഫ്രോസ്റ്റ് ജയൻസ് ആയിരുന്നു ആദ്യത്തെ ബീങ്സ്. അതിന് മുമ്പ് ദൈവമുണ്ട്, ശേഷം പിന്നെ വരുന്നത് അവരുടെ മക്കളെന്നുള്ള രീതിയിലാണ് ഫ്രോസ്റ്റ് ജയൻസ് പിന്നെ വരുന്നത്. അതിനുശേഷമാണ് ബോർ വരുന്നത്. ബോറിൻ്റെ മോനാണ് ഓഡിൻ. ഓഡിൻ്റെ മോനാണ് ഹെലയും തോറും. ഒറിജിനലി ഉള്ളതാണോ? ആണ്. ഹെല ഒറിജിനൽ. എനിക്കറിയാം ബാൾഡർ, തോർ, ബാൽദൂർ, തോർ, ഹെല, ഒരു മൂന്ന്. അല്ല, അതിനകത്ത് ലോക്കി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോറിൻ്റെ മാമനാണ്. തോറിൻ്റെ മാമനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു എന്തെന്ന് പറയുന്ന അച്ഛൻ്റെ കസിൻ ബ്രദർ അങ്ങനെ ആ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫാദർ, ഒരു മാമൻ, ആ ഒരു സാധനം ഉണ്ടല്ലോ, കൊച്ചച്ഛൻ മാമൻ, ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ലെവലിലാണ് അങ്കിൾ നെഫ്യൂ ആ ഒരു ഇതാണ് ഇയാളുടെ ലോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്തു നിന്നാണ് തോറിൻ്റെ ഭാര്യയുടെ മുടി
മുറിച്ച് കളയും. സിഫിൻ്റെ മുടി തോർ ലോക്കി മുറിച്ച് കളയും. അങ്ങനെയാണ് ലോക്കിയൊക്കെ പിടിച്ച് ഭിത്തി ചേർത്ത് അതിനുശേഷമാണ് പിന്നീട് ഈ പറഞ്ഞ മ്യോലിയറിൻ്റെ ഉത്ഭവമൊക്കെ. അങ്ങനെയാണ് നോർസ് മിത്തോളജി പോകുന്നത്. അത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കഥയാണ്. സോ മൊത്തത്തിലതൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനൊരു മിത്തോളജിയാണ് അവിടെ കിടക്കുന്നത്. സോ അത് മാത്രമല്ല, ഈ പറഞ്ഞ കണക്ക് തന്നെ ലോക്കി തോർ ഒരു ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മാർവൽ സിനിമകളിൽ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ലോക്കി എല്ലാ ഉടായ്പും ചെയ്യും. ഇതെല്ലാം തോറിനെതിരായിരിക്കും. പക്ഷെ ഇതെല്ലാം മറ്റേ എന്തോ ശാപം, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ ആരുടെയോ ശാപം, മുൻജന്മ ശാപം അല്ലല്ല, മറ്റേ ആരുടെയോ ശാപം ഉപകാരം എന്ന് പറയുമല്ല, ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് കണക്ക് അതെല്ലാം തോറിന് ഉപകാരമായിട്ട് വരും. മ്യോലിയർ കിട്ടുന്നത് എങ്ങനെയാണ്? ഓക്കെ. ഈ പറഞ്ഞ ഗുനിയർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാഫ് ഇവന് ഒടിഞ്ഞു കിട്ടുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം കാരണം ലോക്കിയാണ്. പക്ഷെ ലോക്കി ഇതെല്ലാം ഇവർക്കെതിരായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡോർഫ്സിനെ കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിപ്പിക്കുന്നത്. ഡോർഫ്സിനെ കൊണ്ട് ഇതെല്ലാം 3 ഡോർഫ്സ് ഉണ്ട്. ഈ 3 ഡോർഫ്സിനെയും കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുമ്പോൾ അവസാനം മ്യോലിയർ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കുന്ന തൊട്ട് മുമ്പ് ആ ഒരു ആളിൻ്റെ ചെവി വെട്ടിക്കളയും ഈ ലോക്കി. അതുകൊണ്ടാണ് അതിൻ്റെ കൈപ്പിടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ഇതിൻ്റെ മ്യോലിയറിൻ്റെ കൈപ്പിടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പേ ആ ഒരു ഉണ്ടാക്കുന്ന ഒരു ഇത് സംഭവം നിർത്തിക്കളയുന്നതുകൊണ്ടാണ് അതിന് ഇടകോലിടുന്ന കാരണമാണ് അതിന് നീളം കുറവ് ആ ഒരു മ്യോലിയറിൻ്റെ ഹാൻഡിലിന്. നമ്മൾക്ക് പറഞ്ഞു പലയിടത്തേക്ക് മാറിയിരിക്കുന്നത്. ഓക്കെ. സോ ആ ഒരു മ്യോലിയർ ഗുനിയർ ഈ 2 വെപ്പൺസിൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഗുനിയർ എന്ന് പറയുന്ന ഒരു പവർ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? എവിടെ? ഹൈറുദ്ദീൻ ഇവിടെ വെച്ചിട്ട് ഡ്രസ് റോസ് വെച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ ഹൈറുദ്ദീൻ്റെ ഒരു പവറിൻ്റെ പേരാണ് ഗുനിയർ. അതാണ് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള പരിചയം തോന്നുന്നു. ഹൈറുദ്ദീൻ ഡ്രസ് റോസ് വെച്ച് ഒരു ഇടി ഇടിക്കും. ആരെയാണെന്ന് എനിക്ക് തോന്നുന്നു, മറ്റേ ബ്ലാക്ക് ബിയർഡിൽ എടുത്തിട്ടുണ്ടല്ലോ, അവനെയാണെന്ന് തോന്നുന്നു. മറ്റേ ജീസസ് ബാർജസാ? ബാർജസിനെയാണെന്ന് തോന്നുന്നു. ബാർജസിനെ ഇടിക്കുന്ന സമയത്ത് അവനെ ഇങ്ങൊരു പേര് പറഞ്ഞുകൊണ്ടാണ് ആ ഇടി ഇടിക്കുന്നത്, ഗുനിയർ എന്ന് പറയുന്നത്. അപ്പം അതൊരു നല്ലൊരു ഇതാണ്. അതൊരെണ്ണമുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ ഗുനിയറിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈപ്പിയ ആർക്കിൽ വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് അവിടെ ഇവരൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കണക്ക് ഉണ്ടാക്കും. ഈ സ്കൈപ്പിയ ആർക്കിൽ ഇവരെല്ലാം ശരിയാക്കിയിട്ട് തിരിച്ചു വരുമല്ലോ. ആ സമയത്ത് അവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കണക്ക് ഒരു പാർക്കുണ്ടാക്കും. ആ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഉസപ്പിൻ്റെ ഒരു രൂപം പണിഞ്ഞു വയ്ക്കും. ഓക്കെ. ആ ഉസപ്പിൻ്റെ രൂപത്തിൻ്റെ ഉസോപ്പിൻ്റെ രൂപമുള്ളത് ഡ്രസ് റോസയിലാണ്. സ്കൈപ്പി ആർക്കിൻ്റെ ലാസ്റ്റ് അങ്ങനെ ഒരു ഇതുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സ്കൈപ്പിയിൽ ഉസോപ്പ് ഉണ്ട്, പക്ഷെ അത് ആ ഒരു ഓക്കെ, ആ ഒരു പാനലിനകത്ത്, ആ ഒരു പാനൽ കിട്ടുകയാണെങ്കിൽ അത് ഇട്ടേക്കാം. ആ ഒരു പാനലിനകത്ത് ഇവനൊരു സ്റ്റാഫും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റാഫിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഷീൽഡ് വെച്ചിട്ടുണ്ട്. ആ ഷീൽഡിനകത്ത് ഒരു നടുക്കൊരു പേര് എഴുതിയിട്ടുണ്ട്, ഒരു കാഞ്ചി ലെറ്റർ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഗോഡെന്നാണ്. അതൊരു ഫോർഷാഡോയിങ് ആയിരുന്നു ഡ്രസ് റോസയിൽ ഇവൻ ഗോഡാവുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഒരു ഇതാവാനുള്ള സാധ്യത ഉണ്ട്. അതാ ഒരു ഫോർഷാഡോയിങ് ആവാനുള്ള സാധ്യത ഉണ്ട് ഇവൻ്റെ കയ്യിലിരിക്കുന്ന ആ സ്റ്റാഫ്. കാരണം ആ സമയത്ത് അവൻ്റെ കയ്യിൽ സ്റ്റാഫും കൂടി വെച്ചിട്ടാണ് ആ ഒരു പ്രതിമ ഉണ്ടാക്കി വയ്ക്കുന്നത്. അതേപോലെ തന്നെ മറ്റേ ഇവരുടെ ചിഹ്നം ഉണ്ടല്ലോ, ലൂഫിയുടെ മറ്റേ ഫിഷ്മൻസിൻ്റെ ഒരു സൂര്യൻ്റെത് ആ ചിഹ്നം ആ സമയത്ത് അവിടെ ആ ഒരു ഇതിനെ നടുക്കുണ്ട്. ഓക്കെ. ആ ഒരു സണ്ണിൻ്റെ ഇതല്ലേ അത് സ്കൈപ്പിൽ തന്നെ കാണിക്കുമല്ലോ. സ്കൈപ്പിൽ തന്നെയാണല്ലോ ഡ്രംസ് ലിബറേഷൻ എല്ലാം സ്റ്റാർട്ടിങ് വരുന്നത്. ആ ചിഹ്നം അതിനകത്തുണ്ട്. അങ്ങനെ ഒരു ഫോർഷാഡോയിങ് അവിടെ ഉണ്ട്. പിന്നെ മ്യോലിയറിൻ്റെ കാര്യം പറയുന്നത് എന്താണെന്ന് നീ പറഞ്ഞു. മ്യോലിയർ എന്തായാലും ഈ ഒന്നുകിൽ ലോക്കിയുടെ കയ്യിൽ ലോക്കി ഇതേപോലെ പണ്ട് തോറുണ്ടായിരുന്നു. ആ ഒരു നോർസ് മിത്തോളജി അവർ ഇതേപോലെ ഇതിൽ കഥയിലും കൊണ്ടുവരുമായിരിക്കും. തീർച്ചയായിട്ടും കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കൊളോസിയം സ്പെയിൻ അല്ല ബാഴ്സലോണ ഡ്രസ് റോസയിൽ കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു സ്പാനിഷ് ആണല്ലോ. അത്
അതിൽ വരുന്നുണ്ട് ആ സാധനം. സ്പെയിൻ റോം അത് എല്ലാം മിക്സ്. പിന്നെ ഇവിടെ വേറെയും പലയിടത്തും ഇതേപോലെ ഇത് കാണിക്കുന്നുണ്ട്. വാനോയിൽ അത് അവരുടേതായിട്ടുള്ള ജാപ്പനീസ് കൾച്ചർ കാണിക്കുന്നുണ്ട്. ഓരോരുത്തരും അതിൻ്റേതായ കൾച്ചർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ആലബാസ്തയിലുണ്ട്. ആലബാസ്ത പക്ക ഈജിപ്റ്റ്. അതിനൊക്കെ തന്നെ ഇപ്പോൾ ക്യാരക്ടേഴ്സിന് എടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും ഇപ്പോഴത്തെ പുതിയ വൺ പീസിൻ്റെ ലൈവ് ആക്ഷനകത്ത് കോബ്ര ആയിട്ടും വിവി ആയിട്ടും എടുത്തിരിക്കുന്നത് 2 തമിഴ് റേസിലുള്ള ആൾക്കാരാണ്. 2 പേരും എടുത്തിരിക്കുന്നത് തമിഴൻസ് ആണ് 2 പേരും എടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിനെക്കുറിച്ച് അഭിപ്രായം നല്ല അഭിപ്രായം. ഒരുപാട് പേര് മോശമെന്ന് പറഞ്ഞായിരുന്നു. ഒടയാണ് ഇതിൻ്റെ കൊണ്ടാണ്ടർ. പുള്ളിക്കാരൻ തീരുമാനിക്കുക ആരെ വെക്കണമെന്ന്. ഇത് വെറുതെ ഇരുന്ന് കണ്ടിട്ട് വളം കഴിഞ്ഞിട്ട് പോയാൽ മാത്രം മതി. അതാണ് എൻ്റെ ഒരു അല്ല, ചിലപ്പോൾ രാജസ്ഥാനി ഫീൽ വരുത്താൻ വേണ്ടി ചെയ്തതാണോ അതോ? ഞാൻ പറയട്ടെ, ഈജിപ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്ഷ്യനിലുള്ള ആൾക്കാരായിട്ട് നമുക്ക് കുറച്ചൊക്കെ സമയമുണ്ട് നമ്മളെ ഇന്ത്യൻസിന്. ഡെഫിനറ്റ്ലി ഉണ്ട്. സോ മേ ബി ഒരു ഈജിപ്ഷ്യൻ നടന്മാരെ കൊണ്ടുവരുന്നതിനേക്കാളും ഇന്ത്യൻസിനെ അവർ ചൂസ് ചെയ്തതായിരിക്കാം. ഒരു ലുക്ക് സാമ്യം ഉള്ളതുകൊണ്ട് അങ്ങനെ മേ ബി അതുകൊണ്ടായിരിക്കാം. പക്ഷേ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ ഫ്രഞ്ച് തന്നെയാണ്. ഇയാൾ ടാസ്ക് നമ്മുടെ സാഞ്ചി. ജാപ്പനീസ് തന്നെയാണ് സോറോ. കരീബിയൻ എന്തുവാ ഉസപ്പ്. ഉസപ്പ് ഇതാണ്. സ്വീഡിഷ്. അതിനൊക്കെ തന്നെ ലൂഫി ബ്രസീലാണ്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി വരാൻ പോകുന്നതിനകത്ത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത്. ക്രോക്കഡൈൽ ഏതായിരുന്നു? ഏത് വംശകൻ? ക്രോക്കഡൈലിൻ്റെ ജെൻഡർ ഏതാണെന്ന് അറിയത്തില്ല. അപ്പോഴാണ് വംശം ഏതാന്ന്. അത് ശരിയാണ്. ശശിപുരിതാന. അതൊക്കെ ഇനി എങ്ങനെ ഇരിക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതിനകത്തൊരു ഇതുണ്ട്, മറ്റേ പെണ്ണായിട്ട് ഒരു പെൺ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട് തുടക്കത്തിലല്ലേ. അതൊരു ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് എല്ലാവരും. അപ്പം എന്തായാലും ഉസപ്പിൻ്റെ അടുത്ത മ്യോലറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ ഇവൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹാമർ ഇവന് ഭയങ്കര 100 ടൺ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു സ്നൈപ്പറാണ് ഉസപ്പ്. ഉസപ്പ് നോർമലി യൂസ് ചെയ്യുന്നത് ലോങ് റേഞ്ച് അറ്റാക്കാണ്. ഉസപ്പിന് ഷോർട്ട് റേഞ്ച് അറ്റാക്ക് താല്പര്യമില്ല, അവനോട് പറ്റത്തുമില്ല. ദെൻ വൈ ഹി ഓൾവേസ് യൂസ് എ ഹാമർ. സോ മേ ബി ദാറ്റ്സ് എ ഫോർ ഷാഡോയിങ്. നമുക്ക് അപ്പോഴേ തോന്നിയായിരുന്നു അവൻ ഏതെങ്കിലും ഒരു കാലത്ത് ആരെക്കൊണ്ടും പൊക്കാൻ പറ്റാത്ത ഒരു ഹാമർ, അതായത് 100 ടണ്ണും 10 ടണ്ണും ആരെക്കൊണ്ടും പൊക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാണ് ഇവൻ എടുത്ത് വെക്കുന്നത്, ഇവൻ്റെ പവർ കാണിക്കാൻ വേണ്ടി. ചിലപ്പം ഭാവിയിൽ ആരെക്കൊണ്ടും പൊക്കാൻ പറ്റാത്തൊരു ഹാമർ അവനെ കൊണ്ട് എടുക്കാൻ പറ്റിയാലോ എന്ന്. അങ്ങനെ നമുക്കറിയാവുന്ന ഒരു ഹാമർ എന്ന് പറയുന്നത് തോറിൻ്റെ മ്യോലറാണ് മാത്രം. ബോധി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ വൃത്തിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിയാണെന്ന് ചോദിച്ചാൽ അല്ല അത് വൃത്തി എന്നുള്ള സത്യം പറഞ്ഞാൽ ഇവിടുന്ന് മാർവലിൽ നിന്ന് വരുന്നതാണ് വൃത്തി എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല നോർസ് മിത്തോളജിയിൽ. വൃത്തിയാണോന്നില്ല. കാരണം വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർസ് മിത്തോളജിയിലെ തോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വൃത്തിയൊന്നും അല്ല, വൃത്തി കെട്ടവനാണ്. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു നമ്മൾ ഈ വൈക്കിങ്ങിനെ കാണിക്കുമ്പോഴത്തേക്കും കാണിക്കത്തില്ല, അതേപോലൊരു സാധനമാണ് തോറ്. അതുകൊണ്ട് വൃത്തിനെസ് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്തില്ല. മേ ബി സംതിങ് എൽസ്, എന്തെങ്കിലും ഒരു ഗോഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം കാണും. ആ ഒരു ഇത് വന്നാലേ അത് വരാൻ ചാൻസ് ഉള്ളൂ. സംതിങ് അതിനൊക്കെ തന്നെ ഉസപ്പിൻ്റെ അച്ഛൻ യാസൂപ്പിന് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ചെയ്സർ എന്നാണ് അറിയപ്പെടുന്നത്. കുറേ പേർക്ക് അത് അറിയാമോന്ന്, എനിക്ക് എത്ര പേർക്ക് അത് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കുറവാണ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു, നീ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാനും കേൾക്കുന്നത്. യാസോപ്പിനെ അറിയപ്പെടുന്നത് ചെയ്സർ എന്നാണ്. യാസോപ്പിനെ അഡ്മയർ ചെയ്താണ് ഉസപ്പ് ആദ്യം മുതൽ നിൽക്കുന്നത്. യാസോപ്പ് ഉസപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷേ ഉസപ്പിന് അഡ്മിറേഷൻ ഉണ്ട്, അച്ഛനെന്നുള്ള അഡ്മിറേഷൻ ഉണ്ട്. അതിന് കാരണം പോലും ഇല്ലാതെ അഡ്മയർ ചെയ്യുന്നുണ്ട്. എല്ലാം മറ്റുള്ളവരുടെ പറച്ചിൽ കേട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അതാണ് ഉസപ്പിനെ ഫേസ് ചെയ്യാനുള്ള അത്രയും മടി. കാരണം അമ്മയെ വിട്ടിട്ട് പോയി, കൊച്ചായിരുന്നപ്പോഴേ വിട്ടിട്ട് പോയി, പൈറസി എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ അമ്മ മരിച്ചപ്പോൾ ഒന്നും അറിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് പോലും ഒന്നിനും വന്നില്ല. അതിൻ്റെ ഒക്കെ ഇത് കാണും, അതിൻ്റെ ആ ഒരു ഗിൽറ്റ് ഇയാൾക്ക് കാണും. പക്ഷേ അതൊന്നും ഉസോപ്പിന് കാര്യമില്ല. അവൻ്റെ അച്ഛനെ കണ്ട് അവൻ്റെ കറേജ് തെളിയിക്കണം, അതിലാണ് കാര്യം. സോ അതിനൊക്കെ
അപ്പോൾ ആ ഒരു ചേസിങ് എന്ന് പറയുന്ന ഒരു ഇത് വാനൂഗറിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനൂഗറാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനൂഗറാണ് ഇവൻ്റെ നെമസിസ്. തുടക്കത്തിലേ ഉണ്ട്, JRക്കിലേ കാണിക്കുന്നുണ്ട്. ഇവൻ്റെ നെമസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനൂഗറാണ്. സോ വാനൂഗറിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർപ്പ് ഫ്രൂട്ടാണ്. അവന് സ്പേസ് ബെൻഡ് ചെയ്ത് അടുത്തടുത്ത് പോവുകയാണ്. സോ ഇവൻ്റെ മറ്റേ തെറ്റാലിയും കൊണ്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാനൂഗറിനെ അടിക്കാൻ പറ്റൂല. അവിടെയാണ് ആർമമെന്റ് ഹാക്കിയും ഒബ്സർവേഷൻ ഹാക്കിയും വേണ്ടി വരുന്നത്. അല്ല, യാസോബിൻ്റെ പേരെന്ത്, അച്ഛൻ്റെ യാസോബിൻ്റെ പേരെന്തോ, ചേസ് ചെയ്യും. മേ ബി ഈ പറഞ്ഞ അടുത്ത ഇവൻ്റെ കിട്ടുന്ന ഒരു പവറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ബുള്ളറ്റ്സ് ചേസ് ചെയ്യുമെങ്കിലോ, പൊളിക്കും. ഇവനാവുമെങ്കിലോ ചേസർ, കാരണം ഇവൻ്റെ അച്ഛനെ അഡ്മയർ ചെയ്താണ് ഇത്ര നാൾ വന്നത് തന്നെ. അല്ല, എന്തായാലും എൽബഫിൽ എത്തുമ്പോഴേ ഇവൻ്റെ അച്ഛനെ കുറിച്ച് കുറേ കൂടെ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റെഡിലാന്ന് തോന്നുന്നു, വൺ പീസ് റെഡിലാന്ന് തോന്നുന്നു, ലാസ്റ്റ് യാസപ്പ് ഉസപ്പ് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യത്തില്ലേ? ആ സമയത്ത് ഉസപ്പ് അവൻ്റെ തോട്ട് അവൻ യാസപ്പ് പോയിട്ട് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഓടയുടെ ഐഡിയ ആയിരിക്കും അതോ അല്ലാതെ ഇവർ ചെയ്തതാണോ? അങ്ങനെ വെറുതെ ഒരു പവറപ്പ് ഒരു ക്യാരക്ടറിന് കൊടുക്കുമോ? അല്ല, അത് സംഭവം പറയുന്നത് 2 റെലം പോലെ ആയതുകൊണ്ട് 2 റെലത്തിനെയും കണക്ട് ചെയ്യാനും ഒബ്സർവേഷൻ ആക്കി വെച്ചാൽ പറ്റത്തുള്ളൂ. അഡ്വാൻസ്ഡ് ആയിട്ട്, അതും അഡ്വാൻസ്ഡ്, ആ ഒരു അഡ്വാൻസ്ഡ് യൂസ് ചെയ്തിട്ടാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അപ്പോൾ അത് ഉണ്ട്. ഇതൊന്നും ഓടെ കേൾക്കാതിരുന്നത് കേട്ടാക്ക് മാറ്റും, ശരിയാവൂല. അയ്യോ പുള്ളിക്കാരൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ തീരെ കണ്ടുപിടിച്ചല്ലേ, എങ്കിൽ ഈ വഴി പോകുന്നില്ല, ഞാൻ അപ്പുറത്തെ വഴി പോകുന്നോളൂ. പക്ഷെ അതിൽ ഓടെ സമ്മതിക്കണം. ഇപ്പോൾ വന്നിട്ട് ഒരു സംഭവം കണ്ടുപിടിച്ചെന്ന് മനസ്സിലായ അത് മാറ്റി വേറൊരു നല്ല സാധനം ഇറക്കാനുള്ള കഴിവ്. ഇയാൾ കഴിഞ്ഞ 20 വർഷമായിട്ട് പുറലോകം പോലെ കടന്നിരുന്ന് എഴുതുക. ഇയാൾ 7 ദിവസം ഇയാൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 7 ദിവസം 3 മണിക്കൂർ 4 മണിക്കൂറാണ് അയാൾ ഉറക്കം. ബാക്കി ഇത്ര നേരം അയാൾ ഇതിൻ്റെ വർക്കിന്. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾ എങ്ങനെ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും ഇയാൾക്ക് ഐഡിയ ഉണ്ട്. കൂടെയുള്ള എഡിറ്റേഴ്സ് പറഞ്ഞു കൊടുക്കുമായിരിക്കും. എഡിറ്റേഴ്സും ഉണ്ടല്ലോ ഇതിന് വർക്കിന്. ഇവന് റഫായിട്ടുള്ളത് വരച്ച് മാക്സിമം വരച്ചങ്ങ് കൊടുക്കുന്നു. എഡിറ്റേഴ്സ് അതിൻ്റേതായിട്ടുള്ള പരിപാടി ചെയ്യുന്നു. പക്ഷേ സ്റ്റോറി ഓൾറെഡി എഴുതി ഇതിൻ്റെ ഫിനാലെ പ്ലാൻഡ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ മറ്റേ മരിക്കാറായ ഒരു കൊച്ചിന് പറഞ്ഞു കൊടുത്തത്. ശരി, മരിക്കാറായ കൊച്ചിന് തിരിച്ചു വന്നാലോ? അതല്ല മരിച്ചുപോയ കൊച്ചി അഥവാ തിരിച്ചു വന്നിട്ട് നീ തിരിച്ചു വരണ്ട, ശരിയാവില്ല. ഓക്കെ, ഈ ഒരു ഇസക്കായ കഥയാവും അത്. അപ്പോൾ ഉസപ്പിനാവരുത്. അപ്പോൾ ചേസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പവർ, കാരണം എന്നാലേ വാനൂഗറിനെ അടിക്കാൻ പറ്റത്തുള്ളൂ. റാപ്പ് ഫൂട്ടാണ് അവൻ്റെ ഇരിക്കുന്നത്. അതാണ് ഇരിക്കുന്നത്. വാർപ്പാണെങ്കിലും തേപ്പാണെങ്കിലും എന്ത് കുഴപ്പമില്ല, വാർപ്പെന്നാണ് എനിക്ക് വാപ്പെന്നാണ് പറയുന്നത്. അതാണ്. അങ്ങനെ എന്തായാലും ആ ഒരു പവർ ഉള്ളത് കാരണം, എൻ്റെ ആർച്ച് നെമസിന് അങ്ങനെ ഒരു പവർ ഉള്ളത് കാരണം ഇവന് അതിനെ അടിക്കാനുള്ളൊരു പവർ വേണം. പിന്നെ എക്ഹെഡിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് മറ്റേ ഇതിൻ്റെ ഒരു ഫിഷ്മാൻ ഐലൻഡിൽ വെച്ച ഒരു പ്രഡിക്ഷൻ ഉള്ള ഓർമ്മയുണ്ടോ? ഫിഷ്മാൻ ഐലൻഡ് തകർക്കുന്ന ലൂഫി ആയിരിക്കുമെന്ന്. അതിൻ്റെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാണെന്നുള്ളത് എക്ഹെഡിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. മറ്റേ കത്രീന ദേവമില്ലേ, അവർക്കെന്ന് പറയുന്നത് നമ്മുടെ ബോൺ ക്ലേയുടെ പോലത്തെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. തൊടുന്ന ആളെ ആയി മാറാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ലൂഫിയെ കുറച്ച് ചാപ്റ്റേഴ്സിൽ കാണാനില്ലായിരുന്നു, ഓർമ്മയുണ്ടോ? ഏതാർക്കില്ല? എക്ഹെഡിൽ കുറച്ച് ചാപ്റ്റേഴ്സ് കാണാനില്ല. അപ്പോൾ അതേ സമയത്ത് ഇവന് ആഹാരം എവിടെ നിന്നോ ഇല്ലാതെ ആഹാരം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരിക്കാം? എവിടെ നിന്നും ഇല്ലാതെ പെട്ടെന്ന് ആഹാരം വന്നു. അപ്പം അതേ സമയത്ത് ലൂഫിനെ കത്രീന ദേവൻ ഇയാളെ തൊടും, സാറ്റേണിനെ തൊടും. സാറ്റേണിനെ തൊട്ടാണ് പോകുന്നത്. അതേപോലെ ലൂഫിയെ തൊടാതിരിക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും ലൂഫിനെ തൊട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേ രീതിയിൽ ലൂഫി പോയി ലൂഫിനെ കണ്ടുപിടിച്ച്
അല്ല ലൂഫിയുടെ വേഷം മാറി ഫിഷ്മാൻ ഐലൻഡിൽ പോയി. അവിടെ നിന്ന് ഇവള് ഷിറാവോശീനെ പിടിച്ചുകൊണ്ട് വരും. അതിൻ്റെ ഇടയിൽ ഫിഷ്മാൻ ഐലൻഡ് നശിപ്പിക്കുകയും ചെയ്യും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അത് കൊള്ളാം. അല്ല അത് നല്ലൊരു അല്ല അത് നല്ലൊരു ഓടാ ഇത് കേൾക്കരുത്, ഞാൻ വെറുതെ ഒന്ന് കണ്ടുപിടിച്ച. അല്ല ഡെഫിനറ്റ്ലി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂഫി എന്തായാലും നശിപ്പിക്കാൻ പോകുന്നില്ല. ലൂഫി നശിപ്പിക്കില്ല, പക്ഷെ ലൂഫി ഒരു ദുഷ്ടൻ എന്ന രീതിയിലാണ് അതിൽ പോർട്രേ ചെയ്യുന്നത്. ഒന്നിക്കിൽ അത് ഇപ്പം ബോൺഗ്ലയുടെ പവറുള്ള ആളായിരിക്കണം. ബോൺഗ്ലേ അല്ല, അല്ല ബോൺഗ്ല അല്ല. ഓക്കെ, മറ്റേ നയൻ ടൈൽഡ് ഫോക്സ് ഇല്ലേ, അതിന്റെ എബിലിറ്റി എന്നാണ് പറയുന്നത്. നയൻ ടൈൽഡ് ഫോക്സിന്റെ എബിലിറ്റിയാണ് ഇവക്കുള്ളത്. എത്രയുള്ളത് അതുകൊണ്ടല്ലേ ആബ്സലോമിനെ പോലെ ആയി വന്നു. അബ്സലോമിന് അല്ല അബ്സലോമിന്റെ പവർ വേറെ. ഇപ്പം ഇവനല്ലേ ആബ്സലോമിന്റെ അതല്ല ഞാൻ പറഞ്ഞു ഓവർ പവർഡാ. ഷിരിയുവിന് അബ്സലോമിന്റെ പവർ ഇച്ചിരി ഓവർ പവർഡാ. എന്തായാലും ഷിരിയുവിനെ ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇവനായിരിക്കും. സാഞ്ചി ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവൻ ബ്ലാക്ക് ബിയർഡിനെ നോക്കുകയാണെങ്കിൽ, ബ്ലാക്ക് ബിയർഡിന്റെ ടീം എടുക്കുകയാണെങ്കിൽ സോറോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഡബിൾ ഏജന്റ് ആണെന്നുള്ളത് പലയിടത്തും കേൾക്കുന്നുണ്ട്, പക്ഷേ ഉറപ്പിച്ച് പറയാൻ പറ്റൂല. കാരണം ഇപ്പോഴും കൂട്ടത്തിൽ ഏറ്റവും മനുഷ്യപ്പറ്റുള്ളത് ആ സമയത്ത് മറ്റേ യുവമാർ രണ്ടിനെ വെച്ചു ആവുകയും ഷിരിയുവിനെ അല്ല നമ്മുടെ ഇതിനകത്ത് അക്കായിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യപ്പറ്റുള്ളത് ഔക്കിജിക്കാണ്. ഇപ്പം സിമ്പിൾ ഗോയിങ് ആണ്. അല്ല വേറൊരാൾക്കും മനുഷ്യപ്പറ്റ് വന്നിട്ടുണ്ട് ഇപ്പം. കിസാറു കിസാരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് കാണും, നമുക്കുള്ളതായിട്ട് അറിയത്തില്ല. എന്തെങ്കിലും ഒരു ഇത് ഇങ്ങനെ പിടിച്ച് നിർത്താനുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ കാണും. അല്ല കിസാറു ഇപ്പം ഇതിനകത്ത് വന്നായിരുന്നു ഒന്നില്ലേ? അല്ല ഇതിൽ പറയുന്നുണ്ട് ഇവർ ഇങ്ങോട്ട് സാറ്റർനെ കാണിച്ചിട്ടുണ്ടല്ലോ ആനിമേല്. അല്ല എന്തായാലും എക്കട്ടിലോട്ടാണല്ലോ വരുന്നത്. ഓക്കെ, മനുഷ്യപ്പറ്റുള്ളതൊന്നും ആണെന്ന് ഞാൻ പറഞ്ഞത്. അല്ല മനുഷ്യപ്പെട്ടുണ്ട്. ആരെ വിളിക്കുന്നു? ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന എവിടെ മനുഷ്യപ്പറ്റി. ആവോക്കിജിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അത് വേറെ ചോദ്യം ഉണ്ട്. അവർക്ക് ഗാർപ്പിനെ കൊന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇല്ല, കൊന്നിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ എൻ്റെ മെയിൻ ചോദ്യം അതല്ല, ബോഗാർഡ് എവിടെ? ബോഗാർഡോ? ഇവന്റെ കൂടെ ഗാർപ്പിന്റെ കൂടെ നടക്കൂല ഒരു സ്പോർട്സ്മാൻ. അവന്റെ ഒരറിവില്ല. ബോഗാർഡ് അത് മാത്രമല്ല, അവൻ പവർഫുൾ ആണ്. ഗോഡ് വാലിയിലുണ്ടായിരുന്നു. ഗോഡ് വാലിയിലുണ്ടായിരുന്ന ക്യാരക്ടർ അത്. എന്നിട്ട് എവിടെ അവൻ ഈ ഗാർപ്പിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതുകൊണ്ട് മറ്റേ ഗാർപ്പിന്റെ അതേ ഐഡിയോളജിയിലായിരുന്നു ഇവൻ നിന്നത്. അതുകൊണ്ടാണ് ഇപ്പം മറ്റേ കയറി പോവാതെ ലൂഫിക്ക് സോറോനെ പോലെയാണ്, ഗാർപ്പിന് ബോഗാർഡ്. ആ ഒരു ക്യാരക്ടറാണ്. എന്തുകൊണ്ട് ബോഗാർഡ് ഇതിന് എന്നിട്ടില്ല? അടുത്ത ആളെത്തിയല്ലോ. കാണിച്ചല്ലേ? ഹലോ, ഇതേതാ? അത് അഞ്ജന ചേച്ചി. അത് ഇതാണ് എൻ്റെ മസിൽ മെമ്മറിയ. അരുത് അങ്ങേര് വന്നടിക്കും നിങ്ങൾ. സോ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ സോറോ സാഞ്ചി നോക്കുകയാണെങ്കിൽ അവരുടെ പവർപ്പ് അങ്ങനെ ആയിരിക്കും. നമ്മൾ ഒരെണ്ണം പറഞ്ഞു ഹക്കോക്കു ഇക്കോക്കു, അത് അവരുടെ സോവറിന് അതെന്തായാലും വരേണ്ടതാണ്. കാരണം എൽബഫിലുള്ള എല്ലാവർക്കും ഉള്ള സംഭവമാണ്. വാനോയിലുള്ളവർക്ക് അഡ്വാൻസ്ഡ് മറ്റേ ജിയോ ഉള്ളതുപോലെ ഇവർക്കുള്ളതാണ് ഹക്കോക്കു ഇക്കോക്കു. അതെന്തായാലും അഡ്വാൻസ്ഡ് കോൺഗ്രസിൻ്റെ ഒരു ഫോമാണ്, അത് ഉറപ്പാണ്. ഉസപ്പിന് കോൺഗ്രസ് കിട്ടണം, സാധ്യതയുണ്ടോ? ചാൻസ് ഉണ്ട്. നല്ല രീതിയിലാണ്. മുടിയൻ ചേട്ടൻ ഒരിക്കൽ പറഞ്ഞതാണ്, നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഉള്ള എല്ലാവർക്കും കോൺഗ്രസ് ആക്കി കിട്ടാനുള്ള ടൈപ്പ് വില്ലുണ്ട്. ഷൗട്ട് ഔട്ട് ടു മുടിയൻ ചേട്ടൻ. നടുവുളുക്കി ഇരിക്കുകയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കുന്നുണ്ട്. അല്ല അത് കിട്ടാൻ ചോപ്പറിന് സാധ്യത
ഐ ഡോണ്ട് തിങ്ക് സോ. ചോപ്പർ നാമി ഇവർക്കൊക്കെ റോബിന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം റോബിന് ആ വില്ലില്ല, അത് ചെയ്യണമെന്നുള്ള ഒരു ഇത് അറിയണം എന്നുള്ളൊരു ഇതുണ്ട്, ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് വില്ലുള്ള ആൾക്കാർക്കാണ് ഇത് വരുന്നത്. ഇതിൻ്റെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വില്ലായിരിക്കണം അപ്പോഴേ ഇവനുള്ളത്, ഷാങ്സിനുള്ളത്. ഷാങ്സിന് അങ്ങനെ ഒരു എന്താണ് ഷാങ്സിന് വില്ല് ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തോലുമില്ല. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതല്ല. അതാണ് വില്ല്. ഡബിൾ ഏജൻ്റ് ആണോ ട്രിപ്പിൾ ഏജൻ്റ് ആണോ നമുക്ക് അറിയത്തില്ല. ആ ഒരു ഇതിനകത്ത് ഷാങ്സ് ഇരിക്കുന്നത്. പക്ഷെ ആ ബഗ്ഗി ഇതിൻ്റെ പറയണ സീന്, ബഗ്ഗി പൈററ്റ് ആവാൻ പോവാമെന്നുള്ളതിൻ്റെ പറയൂലേ, പൈററ്റിങ് ആവാൻ വേണ്ടിയിട്ട് വൺ പീസിൻ്റെ ആ ട്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്ന ആ ഒരു സീനുണ്ടല്ലോ, അത് വിഷയമായിരുന്നു. അത് ലൂഫി പറയുന്നതിനേക്കാളും ഇമ്പാക്റ്റ് തോന്നി നമുക്ക്. അത്ര അല്ല, അത് ആരുടെ ഒന്മാരെന്ന് വന്ന് പറയുന്നത് മിഹോക്കും ഇവൻ്റെ ഇവൻ്റെ ആർച്ച് നെമസിൻ്റെ അടുത്തും ആരുടെ ഷാങ്സിൻ്റെ ആർച്ച് നെമസിൻ്റെ അടുത്തും ക്രൊക്കഡൈലിൻ്റെ അടുത്തുമാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം. ക്രൊക്കഡൈൽ എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്നവനാണ്. മറൈൻ ഫോർഡിൽ ആളെ അടിക്കാത്ത ആളില്ല, ഓടി നടന്നു എല്ലാം ജയിക്കണ്ട ആ ഒരു മൈൻഡിലായിരുന്നു. അങ്ങനെ അത് വൈറ്റ് ബിയർഡിനെ അടിക്കുന്നുണ്ട്, ഡോഫിയെ അടിക്കുന്നുണ്ട്, അക്കൈനെ അടിക്കുന്നുണ്ട്, എല്ലാവരും അടിക്കുന്നുണ്ട്. ആകെ ഇവൻ്റെ അടുത്ത് ഗാർപ്പിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ വരാത്തെന്ന് തോന്നുന്നു. ഗാർപ്പിൻ്റെ അടുത്ത് പോയാൽ സ്ട്രോങ്ങസ്റ്റ് ആർമമെന്റ് ആക്കി. ആ ഒരു കാര്യത്തിൽ എനിക്ക് മാർക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം കറൻ്റ്ലി നോക്കുമ്പം ഇതുണ്ടല്ലോ സ്ട്രോങ്ങസ്റ്റ് റൈറ്റ് ഹാൻഡ് ഗായ്, അതിൽ ആര് ടോപ്പ് നിൽക്കും? റെയിലി കഴിഞ്ഞ ആരായിരിക്കും റൈറ്റ് ഹാൻഡ് ഗായ്? ബെൻ ബെക്ക്മാൻ അല്ല റൈറ്റ് ഹാൻഡ് ഗായ്. ഇവൻ്റെ ഫസ്റ്റ് ആളാരാ? ഷാങ്സിൻ്റെ ഫസ്റ്റ് മേറ്റ് ആരാ? ഫസ്റ്റ് മേറ്റ് ബെൻ ബെക്ക്മാൻ അല്ലേ? യാസോപ്പ്. അത് മറ്റേ ഒരു മൂവിയിൽ പറഞ്ഞിട്ടുള്ളതല്ലേ? ഷാങ്സിൻ്റെ എന്തുവാ ഇത് ഫസ്റ്റ് ഷാങ്സുമായിട്ട് ചേർന്നത് ഇവനാണ്, യാസോപ്പാണ്. യാസോപ്പാണ് ഫസ്റ്റ് ചേരുന്നത്. ആ ഒരു ഇത് ഞാൻ ഒരു സീനിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ എങ്ങനെ നോക്കിയിട്ടും ബെൻ ബെക്ക്മാൻ ആണ്. ബെൻ ആണ് ഇവനെ സോറയെ പോലെ നിൽക്കുന്നത്. പക്ഷേ ഫസ്റ്റ് മേറ്റ് ഓഫ് സെർച്ച് ചെയ്താലും ബെൻ ബെക്ക്മാനെ കിട്ടത്തുള്ളൂ. അതാണ് പ്രശ്നം. ഗൂഗിളിലതേ കൊടുക്കുള്ളൂ. എന്തായി, കിട്ടിയോ? സെക്കൻഡ് മേറ്റാണ് ബെൻ ബെക്ക്മാൻ. അപ്പം അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അല്ല, പക്ഷെ എൻ്റെ ഓർമ്മയിൽ ബെൻ ബെക്ക്മാൻ ഫസ്റ്റ് മേറ്റ്, ഇവൻ ലക്കീറു സെക്കൻഡ് മേറ്റ്, ആ ഒരു രീതിയിലാണെന്നാണ് ഞാൻ. ഇവൻ മറ്റേ ഒറ്റ ഒരു ചെറിയ വള്ളത്തിനകത്ത് ഷാങ്സ് വന്നിട്ട് ആദ്യം നിൽക്കുന്ന അറിയോ? നിങ്ങൾ സമയത്താണ് അപ്പോൾ അങ്ങനെയാണ് യാസോപ്പിനെ കയറ്റിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയാണ് യാസോപ്പ് പൈറേറ്റ് ആവാൻ ജോയിൻ ചെയ്യുന്നത്. ബെൻ ബെക്ക്മാൻ പിന്നീടായിരിക്കണം ചിലപ്പം, മേ ബി യാസോപ്പിന് അതിനുള്ള താല്പര്യമില്ലായിരിക്കും, സ്നൈപ്പർ നിൽക്കുകയായിരിക്കും. പക്ഷെ ഉള്ള എല്ലാ സീനുകളിലും നോക്കുമ്പോഴും ഇവന്റെ വലം കൈ പോലെ നിൽക്കുന്നത് ബെൻ ബെക്ക്മാൻ ആയിട്ടാണ്. അതുകൊണ്ടാവാം. അത് മാത്രം ഷാങ്സ് അല്ല, ഇവൻ ഈസി ഗോയിങ്ങാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യാസോപ്പ് ഉസപ്പിൻ്റെ കണക്കാ, കുറച്ച് ഈസി ഗോയിങ്ങാ. മറ്റവന്മാരുടെ ഇരുന്ന് കള്ളു കുടിക്കുക, അലമ്പ് പറയുക, ലക്കി റൂജിൻ്റെ ആ ഒരു വൈബിലുള്ളവനാണ്. ഇവൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് അതെ യാസോപ്പ്. ഉസോപ്പിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ് യാസോപ്പ്. പറഞ്ഞാൽ ഉസോപ്പും നല്ല പേടിച്ച് വരേണ്ട ആ ഒരു, പക്ഷെ കൂട്ടുകൂടും. മറ്റുള്ളവർ അങ്ങനെയല്ല, യാസോപ്പ് അങ്ങനെയല്ല, നേരെ അത്ര കൂട്ടുകൂടണമെന്നില്ല. പക്ഷെ നല്ല ബ്രേവാണ്. അല്ല, ഈ ഷാങ്സും യാസോപ്പും ഒക്കെ ഈസി ഗോയിങ്. ഇവിടെ ലൂഫിയെയും ഉസപ്പിനെ കണക്ക് ഈസി ഗോയിങ് ആയിട്ടുള്ള രണ്ടുപേര്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ബെൻ ബെക്ക്മാൻ ആണ് ഇവിടെ ഇവൻ്റെ കണക്ക്, സോറോയുടെ കണക്ക് കുറച്ച് സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ സോറോയ്ക്ക് ആണെങ്കിൽ എഗഡിനകത്ത് പറ്റാറുണ്ട്. ആദ്യം മറ്റേ ഓടിപ്പോവാൻ നേരത്ത് ഞാൻ പോയെങ്കിൽ പിന്നെ സ്റ്റെല്ലേ നോക്കിയിട്ട് വരാന്ന്. എവിടെ പോണ് നീ? അവിടെ ഇല്ലേ? ആദ്യം ഇവനാ പറയുന്നത്, ആരാ സാഞ്ചി വന്നിട്ട് പറയും. അപ്പോഴത്തേക്ക് താഴെ ചോപ്പർ പോലെ അതെന്താണ് നീയും അങ്ങനെ പറഞ്ഞ വന്നെങ്കിരിക്കും. 20 കഴിയുമ്പോഴത്തേക്കാ. എന്നിട്ട് ഇവ ലൂഫി എഴുന്നേറ്റ് പോകുന്നിടത്താ സോറോ എവിടെയും പോവല്ലേ, അവിടെ തന്നെ ഇരിക്കും.
അതല്ല കോമഡി, അതല്ല റോബിൻ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ സ്ഥിതിക്ക് അല്ല, അത് നോക്കിയാൽ മതി. റോബിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോറോ എപ്പോഴും ഫിഷ്മാൻ ഐലൻഡ് വെച്ചിട്ട് ഫിഷ്മാനില്ല അതിന് മുമ്പ് അല്ല, അത് എപ്പോഴും മുതലാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനല് റോബിനെ അടിക്കത്തില്ലേ, റോബിനെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവൻ വരാൻ താമസിച്ചു സോറോ. അങ്ങനെ സോറോ വന്ന് ഇവളെ എടുത്തിട്ട് ജീവനുണ്ടോ നോക്കും. അതിനുശേഷമാണ് ഇവൻ്റെ ആ സമയത്ത് മുഖം കാണണം. ഞാൻ കണ്ടിട്ട് അറിയാം. അതിനുശേഷമാണ് ഇവ എനലുമായിട്ട് ആ സമയത്ത് ഫൈറ്റ് നിൽക്കുന്നത്. അതിനുശേഷം എപ്പോഴും നോക്കിയാലും റോബിന് ആക്കിജി വരുമ്പം ഫസ്റ്റിൽ ഇവനാണ് ഫ്രണ്ട് കയറിയിരിക്കുന്നത്. ഫിഷ്മാൻ ഐലൻഡ് വലിച്ചിട്ട് ഇവനെ ഫസ്റ്റ് കയറിയിരിക്കുന്നത്. എപ്പോഴും ഒക്കെ ആണെങ്കിലും റോബിൻ അടിക്കുന്ന നേരത്താകുമ്പം ഇവൻ ബാക്കിയുള്ളവർ വാചം അടിച്ചാലും ഇവൻ ഇങ്ങനെ തന്നെ ഇരിക്കും. സോയലിലുണ്ടല്ലോ, ഇവൻ മാത്രം ഇങ്ങനെ കൈയും വെച്ച് ഇങ്ങനെ ഒരു ചിരി. അത് മതി, ആ ചിരി തന്നെ നമുക്ക് ഉറപ്പിക്കാം ചെക്ക് എന്തായാലും നോക്കുമെന്ന്. സാഞ്ചി നാമിയുടെ മെയിനായ നാമിയ സത്യം പറഞ്ഞ സാഞ്ചി നാമി സാഞ്ചി ആ ഒരു ഇതിന് തന്നെ. മറ്റവരെ ഇവളെ ഹെൽപ്പിന് വിളിച്ചിട്ട് ഉണ്ട് റോബിനെ ഹെൽപ്പിനെ വിളിക്കും. അത് സാധനം ഇപ്പോൾ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഒരു സാധനമാണ് ഈ പറഞ്ഞ അടുത്ത ആർക്കിനകത്ത് ഏതാ എൽബാഫിനകത്ത് ഇവക്ക് കിട്ടാൻ പോകുന്ന റോബിന് കിട്ടാൻ പോകുന്ന ഇമ്പോർട്ടൻസ് അബൌട്ട് ഹിസ്റ്ററി. സോളിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, സോൾ ജീവിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാൻ മാർക്ക്ഡ് ബൈ ഫ്ലെയിംസ്, അതാരായിരിക്കും? മാൻ മാർക്ക്ഡ് ബൈ ഫ്ലെയിംസ് അത് സോളാണോ അതോ വേറെ ആരെങ്കിലും? ജാഗോർ ഡി സോൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാഗോർ ഡി സോളിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് ഡീക്ലാൻ മെമ്പറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജാഗോർ ഡി സോൾ ഈവൻ ദോ ഹി വാസ് എൻ അഡ്മിറൽ, പ്രീവിയസ് അഡ്മിറൽ അല്ല വൈസ് അഡ്മിറൽ ആയിരുന്നു. പക്ഷേ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഡീക്ലാൻ മെമ്പറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജാഗോർ ഡി സോൾ. അച്ഛനാ ലോയുടെ അച്ഛനാ? ലോയുടെ അച്ഛന് ഡീവിലുണ്ടായിരുന്നു. പക്ഷേ ഡി ആയിരുന്നല്ലോ. ആണല്ലേ, ഡി ഫാമിലിയിലാണല്ലോ. എന്നാലും ആ ഒരു രീതിയിൽ അയാളെ പേരുപോലും സത്യം പറഞ്ഞാൽ പറയുന്നില്ല. ചിലപ്പോൾ അച്ഛനാണോ അറിയത്തില്ല, ചിലപ്പോൾ അമ്മയായിരിക്കാം. പക്ഷേ സോള് മാങ്കയിൽ കാണിക്കുന്നുള്ളൂ. അങ്ങേര് സുഖമായിട്ട് മറ്റേ ഗോഡ്സില്ല വേഴ്സസ് കോങ് സിനിമയിൽ കോങ് വന്നിങ്ങനെ രാവിലെ വെളുപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമാധാനമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല, ഈ എൽബാഫിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൽബാഫിൽ ഒരുത്തിനും കയറി അടിക്കാൻ ധൈര്യമില്ല മറിൻസിന് പോലും. ഷാങ്സിൻ്റെ അതുകൊണ്ട് മാത്രമല്ല ജയൻസ് ഇവന്മാരുടെ ഹക്കക്കോ ഇക്കക്കോ ഒരു പരിപാടിയുണ്ട്. പിന്നെ അവിടെ ഈ പറഞ്ഞ എങ്ങനെ സ്പോയിലർ അലേർട്ട്, ഡ്രോഗിയും അവര് ഇവിടെ വരുന്ന സമയത്ത് അല്ല, ഇവർ രണ്ടുപേരും എഗഡി വരുന്ന സമയത്ത് എഗഡിൽ അവർ വരും. സോ സ്പോയിലർ അലേർട്ട്. വരുന്ന സമയത്ത് അവർ പറയും ഈ എൽഡേഴ്സിനെ കാണുന്ന സമയത്ത് ഇവരെ കാണാൻ വേണ്ടി എൽബാഫില ജീവികൾ കണക്കിരിക്കുന്നെന്ന്. സോ മേ ബി അവരും ഒരു കാരണമായിരിക്കാം. അവിടെ മിത്തിക്കലായിട്ടുള്ള കുറേ ക്രീച്ചേഴ്സ് കാണാം. ഈ മിത്തിക്കൽ ക്രീച്ചേഴ്സ് നോഴ്സ് എടുക്കുകയാണെങ്കിൽ നോഴ്സ് മിത്തോളജിയിൽ ഇഷ്ടംമാതിരി മിത്തിക്കൽ ക്രീച്ചേഴ്സ് ഉണ്ട്. ഈവൻ ഈ പറഞ്ഞ തോറിന് 2 കുതിരകളുണ്ട്. മറ്റേ വേൾഡ് സർപ്പൻറ്റ് 2 കുതിരകളുണ്ട്. ആ കുതിരകളുടെ പേര് അല്ല വേൾഡ് സർപ്പൻ്റ് അല്ല. വേൾഡ് സർപ്പൻ്റ് നോഴ്സ് മിത്തോളജി ഉള്ളതാണ്. അത് ഹെലയുടെ ആയിട്ട് ബന്ധമുള്ളതാണ്. ഹെലയുടെ ഒരു ഹെലയുമായിട്ടാണ് ബന്ധം. ആ കാർഡിൻ്റെ കറക്റ്റ് ഇതെനിക്ക് മറന്നുപോയി. അത് വേൾഡ് സർപ്പൻ്റ് ഉണ്ട്. മറ്റേ നമ്മുടെ റാഗ്നറോക്കി കാണിക്കുന്ന ഒരു വലിയൊരു ഇതുണ്ടല്ലോ, സർത്തറല്ല, ഒരു വലിയ ചെന്നായ കാണിക്കുന്നത്. ആ ചെന്നായ ഉണ്ട്. ആ ചെന്നായാണ് റാഗ്നറോക്കിൽ വരുമെന്ന് പറയുന്ന സാധനം. അതുമുണ്ട്. അതും ഈ പറഞ്ഞ വേൾഡ് സർപ്പൻ്റ് ഒരു സമയത്താണ് വരുന്നത്. ഹെലയുമായിട്ട് ഡയറക്റ്റ് ഹെലയുടെ ബ്രദറാണ്ടാണ് ഈ പറഞ്ഞ ആ ഒരു ചെന്നായ. അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ട് അവിടെ. ഈ ഒരു അങ്ങനത്തെ ഒരുപാട് മിത്തിക്കൽ ക്രീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ നോർസ് മിത്തോളജിയിലുണ്ട്. സോ മേ ബി ഇതിനകത്തും ഉണ്ടായിരിക്കാം. പിന്നെ പറയുകയാണെങ്കിൽ അതുകൊണ്ടും കൂടി ആയിരിക്കും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു എൽബാഫ് നിൽക്കുന്നത്. ഈ പറഞ്ഞ മറൈൻസ് പോലും അവിടെ കടന്നു വരാൻ വേണ്ടി തയ്യാറാവാത്തത്. ഈവൻ ഷാങ്സ് ഇല്ലെങ്കിൽ പോലും അവിടെ കിഡ്സ് പൊട്ടായി. ഞാൻ പൊട്ടനെന്ന് പറയൂലടാ. എന്തിന്? കാരണം നമ്മൾ ലൂഫിയെ നോക്കുകയാണെങ്കിലും ലൂഫി എത്ര വട്ടം കൈതോനെ ഫൈറ്റ് ചെയ്തിട്ടാണ് ജയിച്ചത്? ആലോചിച്ച് നോക്ക്.
അറിയാം തോക്കാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്യാൻ പോയില്ലേ? അതേപോലെ അവൻ സേഫ് ആക്കിയിട്ടല്ലേ പോയി ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റേക്കിൽ വെച്ചിട്ടല്ലല്ല ഈ ലൂഫിയോ അടിക്കുന്നത്. അടിക്കാൻ നേരത്തെ അങ്ങനെ നോക്കൂല ലൂഫി നോക്കത്തില്ല. പക്ഷെ അവരെ അവിടെ സേഫ് ആക്കിയിട്ടാണ് എപ്പോഴും സേഫ് ആക്കാൻ നോക്കും. പക്ഷെ ആ ടൈമില് ലൂഫി ഇത് മര്യാദയ്ക്ക് അവിടെ വന്നിട്ട് ഇവനുമായിട്ട് സംസാരിച്ച് എന്തുവാ കല്ലാസാക്കാൻ നിൽക്കുന്ന ഇവന്റെ ഗ്രാൻഡ് ഫ്ലീറ്റിലുള്ള ആൾക്കാർ ഷാങ്സിന്റെ അവർ വന്നപ്പോൾ അവരെ അങ്ങോട്ട് കയറി അടിച്ച്. പക്ഷെ അതല്ലല്ല, ഷാങ്സ് കാമസാരി ഉപയോഗിക്കുന്നതിന് കാര്യമുണ്ട്. ഇവന്റെ ഒരു പങ്ക് ക്യാനൻ ഉണ്ടല്ലോ, അതെന്തോ വലിയ ഡാമേജ് വരുത്തും എന്ന് അവൻ അഡ്വാൻസ്ഡ് ഒബ്സർവേഷനിൽ കണ്ടു. അത് കണ്ടുകൊണ്ട് മാത്രമാണ് ആ വൺ ഷോട്ട്. ഇതാണോ തിയറി അല്ല സംഭവിച്ചത്. അതിൽ ഇവൻ അഡ്വാൻസ്ഡ് ഒബ്സർവേഷനിൽ കാണിക്കുന്ന പോലെ മാങ്കയിൽ കാണിക്കുന്നുണ്ട്. ഇത് നല്ല ഡാമേജ് വരുത്തും, ഇത്രയും പേർക്ക് അത്രയും ഡാമേജ് വരും, വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ഡാമേജ് വരുത്തിയുള്ളൂ, 1-2 കപ്പൽ മുക്കി. ഇവന്റെ അടുത്ത് വരുന്ന ഒരു 5-6 കപ്പൽ ഇവനെ വളയും കിട്ടിന്. അതിനൊക്കെ അവൻ സംസാരിക്കുന്നത് ഇവൻ സംസാരിച്ച് തീർക്കാൻ വേണ്ടി എത്തുമ്പോൾ അവർ വരുന്നത്. അപ്പോഴൊക്കെ അവൻ മുക്കി. ഒരു കാര്യമുണ്ട്, ഷാങ്സിന് അവന്റെ തലയിൽ കൂടി എടുത്ത് സാക്ക എടുത്ത് ഒഴിച്ചാൽ പോലും അവന് കുഴപ്പമില്ല. തുപ്പിയാലും കുഴപ്പമില്ല, അവൻ അവിടെ കുറഞ്ഞാലും അവന് കുഴപ്പമില്ല. കൂടെ ഉള്ളവന്മാരെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ എടുത്തിട്ട് അത് തന്നെ ആ ഒരു അവിടുത്തെ കപ്പൽ 1-2 മുക്കുമ്പോൾ ഫ്ലീറ്റിനെ ഇത്രയും തീർക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഷാങ്സിനെ നോക്കി, ഷാങ്സിന്റെ മുമ്പ് ഷാങ്സ് അനിമയ്ക്കകത്ത് ഇവ മറ്റേ ഇങ്ങനെ ആ ഒരു ഗ്രിഫോൺ എടുക്കും, ആ പങ്ക് റോട്ടൻ ഉണ്ടല്ലോ, പങ്ക് റോട്ടൻ വെച്ചിട്ട് ഇവ മൊത്തം ഇങ്ങനെ അടിച്ചും ഫുള്ള് 5 ഇതിനെ ഇങ്ങനെ അടിച്ചും മുറിക്കുക. അത് ശേഷം അത് കാണുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മറ്റേ ടക്ക് 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 പറഞ്ഞ് സൗണ്ട് കേൾക്കും. നോക്കുമ്പോഴത്തേക്ക് അളിയും ചെരുപ്പിട്ട് ഇങ്ങനെ ഇതിൻ്റെ പേര് ഓടി ഇങ്ങനെ വരുന്നു ഷാങ്സ് ഒറ്റച്ചാട്ടം കാമിസാരി. പക്ഷേ മാങ്കിലാണെങ്കിൽ അങ്ങനെയല്ല, അവൻ ഇതിത്രയും ചാർജ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് വലിയൊരു അറ്റാക്കായിരുന്നു. ആ ഒരു അറ്റാക്കിൽ ഇവൻ്റെ ഫ്ലീറ്റ് കുറേ ഡാമേജ് എടുക്കുമായിരുന്നു, നല്ല ഡാമേജ് എടുക്കുക. ആ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഒറ്റ കാമസാറിയിൽ. അല്ല ഈ ആ സമയത്തിൽ അവൻ തൊഴുകൊണ്ടിരിക്കുക എല്ലാവന്മാരും മറ്റേ കിഡ് പാരലുള്ള അത് ഡിഫീറ്റ് ആയ അടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് നിന്നിട്ട് ഇവൻ ചോദിക്കും ഞങ്ങളെ വെറുതെ വിടണേന്ന്. എന്തിനു വെറുതെ വിടുന്നു? വേണേ പോണഗ്ലിഫിന്റെ കോപ്പി വരെ തരാന്ന് പറയും. അത് മേടിച്ചു, അത് ആദ്യം മേടിക്കും, അത് വാങ്ങിക്കും. അത് അല്ല, ഇവൻ ആദ്യം ഒരു ഷാങ്സ് ആദ്യം ഒരു ഇത് വയ്ക്കുമല്ലോ, മിണ്ടാതെ അടിക്കാൻ വേണ്ടി ഇവിടം വരെ വന്ന് വേണമെങ്കിൽ അടിക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ മിണ്ടാതെ പോണിഗ്ലിഫിൻ്റെ കോപ്പി ഇവിടെ വെച്ചിട്ട് പോയിക്കോളാം. ഇതാണ് ഈ പറഞ്ഞ ഈ ഫ്ലീറ്റിലുള്ളവന്മാരെ പറഞ്ഞു വിട്ടിട്ട് ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്കൂടെ ജീവനോടെ പോവാം. അതാണ് കൊടുക്കുന്ന ഓപ്ഷൻ. ആ ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് അവൻ മൊത്തം പൊളിച്ചു കളയുന്നത്. അതിൻ്റെ ദേഷ്യത്തിലാണ് അളി അടിയുന്നത്. പക്ഷേ എനിക്ക് കിഡിനോട് അത്ര ഇത് തോന്നിയിട്ടില്ല. കിഡ് അത്യാവശ്യം റെസ്പെക്ട്, അത്രയും സ്കെയിലിംഗ് ഉള്ള ക്യാരക്ടർ ആയിരുന്നടാ നല്ലതാണ്. എന്നിട്ട് ഇത്രയും ഇതാക്കുമ്പം നമ്മൾ പറയൂല, എടാ വെറുതെ ഇരിക്കുന്നു അവൻ്റെ പോയി ചോണ്ടിയിട്ട് എനിക്ക് അടിതാന്ന് വിളിക്കുന്നവന് ഞാൻ എന്തൊരു പറയാനാണ്. എടാ അങ്ങനെയാണല്ലോ ലൂഫിയും ചെയ്യുന്നത്. ഏതാ ലൂഫിയെ വെറുതെ ഇരിക്കുന്നവന് ഇപ്പം ഷാങ്സിൻ അല്ല ഇവൻ ആൾക്കാരുടെ അടുത്ത് കാണിക്കുന്നത്. ഒത്താമ വന്നിട്ട് ഒരു പാത്രം ചോറ് ലൂഫിക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ലൂഫി ഇത്രയും അട്രോസിറ്റീസ് വാനോയി കാണിക്കത്തില്ല. അവൻ അവിടുത്തെ കണ്ടിട്ടും കൂടെയാണ് ചെയ്തത്. അത് അവൻ്റെ രീതിയിലാണ് അവൻ പോകുന്നത്. പക്ഷേ എന്നിട്ടും സമാധാനത്തോടെ ഇരുന്ന കൈതോൻ്റെ അടുത്ത് അങ്ങോട്ട് കയറി അടിക്കുകയാണ് ചെയ്യുന്നത്. അവൻ സമാധാനത്തിലല്ലല്ലോ നാട് നോക്കിയത്. അല്ലടാ, കൈതോയ്ക്ക് സമാധാനം, അതാണ് ഞാൻ പറയുന്നത്. നാട്ടുകാരുടെ സമാധാനം അവന് നോക്കൂല, കൈതോ നോക്കൂല. ലൂഫി നോക്കി, ആ ഒരു ഇത് നോക്കിയിട്ടാണ് അവൻ അറ്റാക്ക് ചെയ്തത്. അത് മാത്രമല്ല ഇവൻ അതിനുള്ള ഫയർ പവർ ഉണ്ട് ഒരാണെങ്കിൽ പറഞ്ഞ. ആർക്ക്? ഈ പറഞ്ഞ ലൂഫിക്ക്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെന്ന് കയറുന്ന എങ്ങോട്ടാ എൽബാഫിനകത്തോട്ട്. എൽബാഫിൽ ഇപ്പൊ ഷാങ്സ് ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ഷാങ്സ് ഇല്ലെങ്കിൽ അവളവിടെ ജയിക്കൂ? ജയിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും അവൻ ഒരു ഹക്കും അടിച്ചു കഴിഞ്ഞാൽ തീർന്നു അവിടെ. എടാ ഒരു രീതി നോക്കുമ്പോൾ കിഡിന് സംഭവിച്ചിട്ടുള്ള കുറേ ബാഡായിട്ടുള്ള സംഭവങ്ങൾ ലൂഫിക്ക് സംഭവിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവനുണ്ടായിട്ടുള്ള അലയൻസ് നോക്കുമ്പോൾ അവൻ കിട്ടിയിട്ടുണ്ട്. മളിന് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൊക്കഡൈലിൻ്റെ 3 തവണ ചാവുന്നില്ല. എടാ അങ്ങനത്തെ അല്ലടാ, ഒരു നല്ല ഒരു എന്താ പറയുക ബിട്രയൽ കിട്ടിയിട്ടുണ്ട് ലൂഫിക്ക്. ബിട്രയൽ കിട്ടിയിട്ടില്ല ലൂഫിക്ക്. ബിട്രയൽ കിട്ടിയാലും ലൂഫി ആലോചിക്കത്തൂരുമില്ല അതിനെക്കുറിച്ച്. അതൊരു കാര്യമുണ്ട്. പക്ഷെ
അങ്ങനെ അതിനെക്കുറിച്ച് ബോധവടാവത്തില്ല. അങ്ങനത്തെ ബോധം ആവുന്ന ടൈപ്പ് ബിട്രയൽ ഇന്നവരെ അവന് കിട്ടിയിട്ടില്ല. അല്ല കിട്ടിയിട്ടില്ല അങ്ങനെയല്ല, അവൻ അങ്ങനെ ബോധവടായിട്ടുള്ള ഒരു തവണ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസോപ്പ് അത് ബിട്രയലായിട്ട് പറയാൻ പറ്റില്ല. ബിട്രയൽ അല്ല, അവൻ അങ്ങനെ മെന്റലി അവന് എന്തിനു പറയുന്നത് ഫ്രണ്ട് പോകുന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഒരു ബിട്രയൽ കിട്ടിയിട്ടില്ല. കിഡിനെ നോക്കാം. കിഡ്, ഹോക്കിൻസ്, സ്ക്രാച്ച്മാൻ അപ്പു, ഒരു 3 പേരും അലയൻസിലായിരുന്നു. കൈഡ വന്നപ്പോഴും സ്ക്രാച്ച്മാൻ അപ്പും ഹോക്കിൻസും കൂടെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്കായി എന്നുള്ള രീതിയിലായി. എന്നിട്ട് അവന്മാർ തൂക്കിയെടുത്തിട്ട് അടിക്കുകയും ചെയ്തു. പോട്ട് അവൻ്റെ ചെറ്റ ക്യാരക്ടർ ഉള്ളതാണല്ലോ അപ്പുവാ. അപ്പോൾ എനിക്ക് പിന്നെയെങ്കിലും അളിയൻ്റെ ഇവൻ അപ്പോഴെന്നെ മാറില്ലായിരുന്നു. മറ്റേ ആര്? ഹോക്കിൻസ് എടാ രണ്ടുപേരും അപ്പോഴേ മാറിയതോ പോട്ട്. ഹോക്കിൻസ് അവസാനം ഇത്തിരിയെങ്കിലും നല്ല രീതിയിലാവും. പക്ഷെ അപ്പു അങ്ങനെയല്ല. അപ്പു നേരെ കൈതോടെ സൈഡിലേക്കായി. എന്നിട്ട് മറ്റേ നമ്പേഴ്സിൻ്റെ പുറകെയാവും. റെസ്പെക്ട് ടു ഡ്രേക്ക്. The only Drake I love. Not the other Drake. കാണിക്കാൻ പാടില്ലാത്ത പലതും വേണ്ട. അല്ലടാ, ഞാൻ പറഞ്ഞത് കിഡിനുള്ള അലയൻസ് നോക്കുക. ആ ഒരു അലയൻസ് പോലെ ഒരു ഇത്. അതുകൊണ്ടാണ് ലൂഫി വിളിച്ചപ്പം അവന് പോകാൻ താല്പര്യമില്ലാത്ത. ഇതേപോലെ ഒരു ബിട്രയൽ കിട്ടിയാലോ മറ്റേ കണ്ണുടച്ചുകൊണ്ടങ്ങ് വിശ്വസിക്കുക. ശരി, എനിക്ക് നിന്റെ കൂടെ കൂട്ടുവരണം. ശരി, നീ നല്ലവനാണോ? ആണ്. ഓക്കെ, കുടിക്കോ. ആണ്. അതേപോലത്തെ 1-2 സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ അവനിങ്ങനെ ആവത്തുള്ളൂ. കിട്ടാത്തതുകൊണ്ടാണ് ആരെയും വിശ്വസിച്ച് പോകാത്തത്. അത് പോരാത്തതിന് അവൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ പേരെന്തുവായിരുന്നു? പക്ഷെ കില്ലർ ബിട്രയൽ കാണിച്ചിട്ട് അവൻ എപ്പോഴും ചത്തന്നാണ് കൂട്ടി പോകണം. കാരണം സോറവിടെ ഇപ്പോൾ ഉണ്ട്. അളിയ മറ്റേ ബിട്രയലിനൊന്ന് മറ്റേ ജെൻഡർ ഇക്വാളിറ്റി ഇതെല്ലാം ഉള്ളവനെ, റേഷ്യൽ ഇക്വാളിറ്റി അതൊന്നും നോക്കൂല. തിരിഞ്ഞു തെണ്ടിത്തനം കാണിച്ച ഓൺ ദ സ്പോട്ട്. ആ, ഞാൻ പറഞ്ഞു തന്നത് ഈ പറയുന്നതിൻ്റെ ഇടയിൽ ഓരോന്ന് പറയുമ്പോൾ പോട്ടെ. ഞാൻ പറഞ്ഞു തന്നത് ഇതാണ്. കിഡിന് കിട്ടിയ ബിട്രയൽ നോക്കുക. അതിന് പുറമെ അവൻ്റെ ഹോക്കിൻസ് അല്ലല്ലോ, കില്ലറിന് മറ്റേ സ്മൈൽ ഫ്രൂട്ട് കൊടുക്കൂലേ, അതും അതേപോലെയൊക്കെ ലൂഫിക്ക് സംഭവിച്ചിട്ടില്ല. അതും നോക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവൻ അങ്ങനെ ആയി പോയതിന് കാരണം ഇതൊക്കെ തന്നെ. അല്ലാതെ അങ്ങനെ ചാടിക്കയറി അങ്ങനെ എപ്പോഴും കയറി അവൻ അങ്ങോട്ട് കയറി ചോറിനിട്ട് അടിപടിക്കുക. ഒരു തവണ അടിച്ച് ഒരു കൈ കൊണ്ടുപോയി. അപ്പോൾ കാക്ക ഒത്തിയ കൈയും കൊണ്ടങ്ങ് പൊക്കൂടെ എന്തേ മേടിച്ചെന്ന് കയറണം. അവൻ വീണ്ടും അവൻ ലൂഫിയെ പോലെ ഒന്ന് ആവാൻ നോക്കി. എനിക്ക് 3 ബില്യൺ ഇതുണ്ടെന്ന് ബൗണ്ടി ഉണ്ട്. എന്നാലും ഞാൻ അങ്ങനെ താഴ്ത്തി പറയൂടാ. കിഡിനോട് എനിക്ക് എന്തുണ്ട്, കിഡിന് അത്ര എഴുതുന്നില്ല. ലോ ഇസ് എ പെർഫെക്റ്റ് ജർമ്മൻ. ലോ സ്വീഡിഷ് അല്ലായിരുന്നു, ജർമ്മൻ ആയിരുന്നല്ലോ. ഓക്കെ, പടം വരയ്ക്കാൻ അറിഞ്ഞൂടാത്ത അവൻ്റെ ഭാഗ്യം. പടം വരയ്ക്കാൻ അറിഞ്ഞൂടാത്ത അവൻ്റെ ഭാഗ്യം. ഡോക്ടർ ജർമ്മൻ ഡോക്ടേഴ്സ് അതല്ലേ ഈ ഡ്രം ഐലൻഡുമായിട്ട് ഇതുള്ളത്. ഡ്രം ഐലൻഡിലും ജർമ്മൻ ഡോക്ടർ ആ ഒരു ഇത് കൊടുത്തിട്ടില്ലേ? ഡ്രം ഐലൻഡ് എനിക്ക് തോന്നുന്നത് മോർ ടുവേർഡ്സ് ഗ്രീൻലാൻഡ് ആണോ? ഗ്രീൻലാൻഡോ നെതർലാൻഡ്സോ ഇതുമായിട്ടുണ്ട്. ഇത് റഷ്യ പറയുന്നത് ഇവളാണ്, നിക്കോ റോബിനാണ് റഷ്യ. ഞാൻ പറഞ്ഞ അതല്ലടാ, അവരുടെ മറ്റേ ഡോക്ടർ ആ ടെക്നോളജിയൊക്കെ അതൊക്കെ ജർമ്മൻ ഇതുമായിട്ട് കണക്ഷൻ ഇല്ലേ? എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ജർമ്മൻ മെഡിസിൻ, ജർമ്മൻ ടെക്നോളജി, മെഡിക്കൽ ടെക്നോളജിയൊക്കെ ജർമ്മനി അതിനുള്ള ഇമ്പോർട്ടൻസ് അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ക്യാരക്ടറിൻ്റെ ഓക്കെ. മെയിൻ പ്ലോട്ട് എന്തായിരിക്കും നിൻ്റെ ഒരു അഭിപ്രായത്തിൽ? മെയിൻ പ്ലോട്ട് എനിക്ക് മുടിയൻജീവി പറഞ്ഞ ഓർമ്മയുള്ളൂ. അല്ല, ഇവിടെ എൽബാഫിലുള്ള അത് തന്നെ മുടിയൻജീവി പറഞ്ഞ ഓർമ്മയുള്ളൂ. ലോക്കി ഈ മറ്റേ സെലസ്ട്രിയൽ ഡ്രാഗനെ പോലത്തെ രീതിയിൽ വാഴും. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇതുണ്ട്. ഈ ഉസോപ്പിനെ ബാക്കിയുള്ള എല്ലാ ജയൻസിനും വലിയ കാര്യമാണ്. ഉസോപ്പ് വരുന്ന സമയത്ത് എന്തോ
ഓക്കെ. ഉസോപ്പ് വരുന്ന സമയത്ത് ജയൻസ് എല്ലാം കൂടെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇയാൾ ലോക്കിക്കുണ്ടായിരുന്ന ആ ഒരു ബഹുമാനവും ഇതുമൊക്കെ ഇല്ലാണ്ടാവും, അതിൽ കൊണ്ട് തിരിയും. അങ്ങനെ സംഭവിക്കാനാണ് ചാൻസ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഫോർ ഷാഡോ ചെയ്ത് ഇങ്ങനെ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ആർക്കെന്ന് പറഞ്ഞാൽ എൽബാഫ. ഫ്രം ഐ തിങ്ക് ഇനി എൽബാഫ് ഉണ്ട്, ലോഡ് സ്റ്റാർ ഉണ്ട്, ലാഫ്റ്റെയിലും ഉണ്ട്, പിന്നെ മരിജോ. മേ ബി മരിജോ ലാസ്റ്റ് മരിജോയാണ് ഫൈനൽ ആർക്ക് എന്തായാലും ഉറപ്പാണ്. ദ എൻ ഫൈറ്റ് വിത്ത് ഇമു ഭയങ്കര സ്ട്രോങ് അല്ലേ? അവൻ്റെ സ്ട്രെങ്ത് കുറച്ച് കാണിച്ചെന്നുള്ളത് ഞാൻ അറിഞ്ഞു. പുതിയ സ്ട്രെങ്തും കണ്ട് എൻ്റെ പൊന്നെ, എൽഡറിന്റെ സ്ട്രെങ്ത് ഒന്നും അല്ലെന്ന് പറഞ്ഞിട്ട് എടാ സ്പോയിലർ ആണ്, അമ്മാതിരത്തെ ഒരു സാധനമായി പോയത്. ഒറ്റ നിപ്പിൽ ഒരാൾ ഇങ്ങനെ അകത്ത് കിൽക്കണ പോലെ. കോബ്ര അല്ല, വേറൊരു ക്യാരക്ടറിന് മറ്റേ they don't even know what hit them. ആ ഒരു ടൈപ്പ് സാധനമാണ് ഇമു. നമ്മുടെ സാബം ഫൈറ്റ് ചെയ്തതൊന്നും ഒന്നേ അല്ല. സാബം അവിടെ നിന്ന് രക്ഷപ്പെട്ടത് കാര്യം അത് തന്നെ. അപ്പൊ കിട്ടിയ അറ്റാക്ക് ഒന്നും അല്ലെന്നേ ഞാൻ പറയൂ. ആ ഒരു ലെവല് സാധനമാണ് ഇമു. അതുകൊണ്ടായിരിക്കും ഈ ഡ്രാഗൺ ഒന്നും ഇതുവരെ ഫൈറ്റ് ചെയ്യാത്തത്, അകത്ത് കയറാഞ്ഞത്. എനിമിനെ കുറിച്ച് കുറേ അറിയാമെങ്കിൽ ഡ്രാഗനും റെവല്യൂഷണറി ആർമി കുറേയൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് അവർ മാക്സിമം ഇൻഫിൽട്രേഷനിൽ നോക്കുന്നത്, ഇൻഫിൽട്രേറ്റ് ചെയ്ത്. പക്ഷേ സാബോ അവിടെ വെച്ച് ഇറങ്ങി അടിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുമ്മേനെ കണ്ടുകൊണ്ട് മാത്രമാണ്. ഇല്ലായിരുന്നെങ്കിൽ അവ അവിടെ നിന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് എല്ലാം തോന്നുന്നു കുറച്ചും കൂടി ഈസി ഗോയിങ് ആർക്കാവാൻ തോന്നുന്നു. ഏത്? എൽബാഫ് എന്തായാലും പെട്ടെന്ന് തീരും. അവിടെ ഈസി ഗോയിങ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം സോ ആർക്കില്ലേ, അതുപോലത്തെ ഒരു ആർക്കാവാനാണ് ചാൻസ്. കുറച്ച് ഈസി ഗോയിങ്, അതായത് കുറച്ച് കോമഡിയും മറ്റേ നമ്മുടെ ഒരു പഴയ ഒരു ആർക്കിന്റെ ലെവലിലോട്ട് വരുമെന്ന് തോന്നുന്നുണ്ട്. കാരണം കോമഡിയുടെ കുറവുണ്ട്. കാരണം ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടുള്ള ക്യാരക്ടേഴ്സ് പലരും ഇതിന് മുമ്പ് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതിലാണക്കല്ല, ഏതാ എഗ്ഗഡിലാണക്കല്ല. എഗ്ഗഡിലും മറ്റേതിനകത്തൊക്കെ നമ്മൾ കണ്ടുള്ള ക്യാരക്ടേഴ്സ് മിക്കതും പുതിയതാണ്, ന്യൂ ക്യാരക്ടേഴ്സിനെ കൊണ്ടാണ് കഥ പോകുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം നമുക്ക് പണ്ട് അറിയാവുന്ന ക്യാരക്ടേഴ്സ്. ഇപ്പം ബ്രോഗി ആണെങ്കിലും അവരാണെങ്കിലും ബ്രോഡി ആണെങ്കിലും അവർ ഇവൻ രണ്ടുപേരാണ്, കാശിയും കാശിയും ആണെങ്കിലും സോള്, അത് കണക്ക് ഹൈറുദ്ദീൻ, ഇവരെല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ കുറേ ചാൻസുകൾ വരുന്നുണ്ട്. അവിടെ ഇനി ചെല്ലുമ്പോൾ ഷാങ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഷാങ്സ് എനിക്ക് തോന്നുന്നു ഷാങ്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത് മരിജോയിൽ വെച്ച് അല്ല, ലാഫ്റ്റിലും അല്ല, മുമ്പത്തെ ആർക്കിൽ വെച്ചിട്ട്, ലോഡ് സ്റ്റാറിൽ വെച്ചിട്ട്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഇവൻ അക്യൂർ ചെയ്യാൻ പോകുന്നുള്ള രീതിയിലാണ് പറയുന്നത്. ക്ലൈമിറ്റ് എന്ന് പറയുന്നത് അക്യൂർ ചെയ്യാന്ന് പറയുന്നത് എന്തുണ്ടെന്ന് അറിയാമല്ലോ. ഓൾറെഡി ഞാൻ അറിയാം സംഭവം എവിടാന്നുള്ളതിനെ കുറിച്ച് ഇവനെ അറിയാന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുൾ കോർഡിനേറ്റ്സ് അറിയാം. കാരണം ആ സീൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവൻ നിപ്പുണ്ട്, ഇത് ഗബാന്റെ അടുത്ത് നിപ്പുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഗബാനില്ലേ, ഗബാൻ ഇനി എവിടെ ആയിരിക്കും? സ്കോപ്പർ ഗബാൻ ലോഡ് സ്റ്റാറിലാണോ അതോ? കാരണം ലോഡ് സ്റ്റാറിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഇതുവരെ വന്നിട്ടുള്ള നമുക്കറിയാവുന്ന ഷിക്കി ഒഴിച്ച് ബാക്കി എല്ലാവരും സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഷിക്കി മാത്രമേ ഉള്ളൂ ഉടക്ക്. അത് റോക്സിലുള്ള ശരിയോ, സോറി, അല്ല ഇവനോട്ട് അടിയായിരുന്നു, ശരിയാ, സോറി. ഇപ്പം സിൽവേഴ്സ് റെയിലി ആണെങ്കിലും വേറൊരു രീതി നോക്കാം. ഗ്രാൻഡ് ലൈനിന്റെ തുടക്കത്തിൽ ക്രോക്കസ് നിപ്പുണ്ട്, അതിന്റെ മിഡിൽ പാർട്ട് മറ്റേ ന്യൂ വേൾഡിൽ എത്തുന്നതിന് മുമ്പ് റെയിലിൽ നിപ്പുണ്ട്. എൻഡ് എന്ന് പറഞ്ഞാൽ ലോഡ് സ്റ്റാറിൽ അവിടെ ഗബാൻ നിൽക്കാനല്ലേ ചാൻസ്. ഗബാൻ വരുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഗബാൻ എന്തായാലും വരണം. പക്ഷേ എനിക്ക് തോന്നുന്നത് ലൂഫി is going to meet ഷാങ്സ് ഓൺ ലോഡ് സ്റ്റാർ ഐലാൻഡ്. കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇവൻ്റെ ക്യാപ്റ്റൻ്റെ വില്ല് വെച്ചിട്ടാണ് ആ ഒരു സ്ട്രോ ഹാറ്റ് സത്യം പറഞ്ഞാൽ ലൂഫിക്ക് പോകുന്നതും. അതായിരുന്നു റോജറിൻ്റെ അവരിൽ ഇതിനാണ് ലൂഫി പോകുന്നതും ഷാങ്സ് ഇവന് ആ തൊപ്പി കൊടുക്കുന്നതും. അതായത് ഷാങ്സിൻ്റെ വില്ല് പിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഇവൻ ഇതാവണം, പൈറേറ്റ് ആവണം, പൈററ്റിങ് ആവണം എന്നുള്ള ഇവൻ്റെ ക്യാപ്റ്റൻ്റെ
കാര്യം പറയുന്നത്. റോജറിന്റെ വില്ലും ഷാങ്സിന്റെ വില്ലും കൂടെ ചേർന്നാണ് ലൂഫിയുടെ അതായത് വില്ല്. ഷാങ്സിനെക്കാളും ഇവന്റെ ക്യാപ്റ്റന്റെ വില്ല് ഹോൾഡ് ചെയ്യുന്നത് ലൂഫിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ആപ്റ്റ് അവൻ്റെ ഉള്ള സെറ്റപ്പിലാണ് ഈ ഒരു തൊപ്പി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ലോഡ്സ്റ്ററി വെച്ചിട്ട് ഇവരെ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഇവൻ ഡബിൾ ഏജന്റ് ആണോ? പിന്നെ മറ്റേ ട്വിൻ തിയറി അറിയാമോ? ട്വിൻ തിയറി അത് ഞാൻ കണ്ടിട്ടുണ്ട്, രണ്ടുപേരാണെന്നുള്ളത്. ഷാങ്സിനൊരു ട്വിൻ ഉണ്ട്, അല്ലെങ്കിൽ മേ ബി ഒരു ക്ലോൺ ഉണ്ട്. ഒറിജിനലാണ് ഹോളി അല്ല ഒറിജിനലാണ്. ക്ലോണിന്റെ കാര്യമൊന്നും പറയല്ലേ, ഗ്രേറ്റസ്റ്റ് ഗോട്ട് കണ്ട് ഞാൻ തകർന്നിരിക്കുവാടാ. അയ്യോ അരുത്, അത് നമുക്കിവിടെ പ്രസക്തിയില്ല, അത് വിട്. അല്ല വേണ്ട വേണ്ട വേണ്ട, വെറുതെ എന്തിനാ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്. അപ്പോൾ എന്തായാലും അല്ല, ഞാൻ പറഞ്ഞത് ഇവനില്ലേ ഷാങ്സിൻ്റെ ഒറിജിനലായിരിക്കും റോജറിൻ്റെ കൂടെ കൂടിയത്, പക്ഷേ ക്ലോണാണ് ഹോളി നൈറ്റ്സിലുള്ളതെന്നും പറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുതിയ എൽഡർ ഹോളി നൈറ്റിൻ്റെ ഒരാളായതിനാൽ ഈ ട്വിന്ന് പുതിയ ഹോളി നൈറ്റിൻ്റെ പുതിയ ലീഡർ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നോക്കി അങ്ങ് ഇരിക്കുക അല്ലേ. തിയറി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ട പറഞ്ഞാൽ അത്ര തീരാത്തത്രയും തിയറീസ് കിടക്കുന്ന ഒരു സ്ഥലമാണ് വൺ പീസ് എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങൾക്ക്. നിനക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും വേറെ എനിക്ക് അത്ര ഓർമ്മയില്ല. എന്തെങ്കിലും ഉസപ്പിന്റെ കാര്യമാണ്, ഉസപ്പാണ് തോന്നുന്നത്, ട്രംപ് കാർഡ് അല്ല നമ്മുടെ ഹൈലൈറ്റ്. പിന്നെ ലൂഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ നോക്കണമെങ്കിൽ സോവൻ, മിത്തിക്കൽ സോവൻ, ബാക്കിയുള്ള ആരും നോക്കിയാലും അത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഇവർക്ക് അറിയാം സൺ ഗോഡ് ആരാണെന്ന്. ആർക്കാ? എൽബാഫിലുള്ളവർക്ക്. കാരണം ഇവൻ കൊണ്ടുവരാൻ നേരത്ത് പറയുന്നുണ്ടല്ലോ സൺ ഗോഡ് നീക്കാന്ന്. ആരാ? ഡോറിയൻ ഓക്കെ അവർ പറയുന്നുണ്ടല്ലോ. അപ്പം അവർക്കറിയാം, അവിടെ വെച്ച് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ വെഗാപങ്കിനും അറിയാം. വെഗാപങ്ക് ഹിസ്റ്റോറിക്കലിയാണ് വെഗാപങ്ക് പറയുന്നത്. ഇവന്റെ ഫ്രൂട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. അതന്നെ ഹിസ്റ്റോറിക്കലിയാണ് വെഗാപങ്ക് പറയുന്നത്. അതായത് ഹിസ്റ്റോറിക്കലി ഇങ്ങനെ ഒരു കാര്യം എഴുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവനെ എന്തുകൊണ്ടാണ് അടിക്കാൻ നോക്കുന്നത്? ഇപ്പം ഇവൻ മറ്റേ പോണിഗ്ലിഫ് ഉള്ളതുകൊണ്ട് ഫോണിഗ്ലിഫിനെ കുറിച്ച് ഇവൻ പഠനം തുടങ്ങി. അതുകൊണ്ടാണല്ലോ വെഗാപങ്കിനെ ഇപ്പം സെഞ്ചുറിനെ കുറിച്ച് പഠിച്ച് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത് കണ്ടു. അപ്പോഴാണല്ലോ ഇവനെ അടിക്കുന്നത്. അതേപോലെ ഉള്ള ഹിസ്റ്റോറിക്കലി ഉള്ള നോളേജാണ് ഇവനുള്ളത്. ആർക്കാ? വെഗാപങ്കിനുള്ളത് ഹിസ്റ്റോറിക്കലി അറിയാവുന്നത്. പക്ഷേ ഫിഷ്മാൻ ഐലൻഡിലുള്ളവർക്കും അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ഇവരുടെ ഒരു റിലീജിയസ്ലി ആണ് അറിയാവുന്നത്. ബക്കനിയർ ട്രൈബിനെ അറിയാവുന്നത് റിലീജിയസ്ലി ആണ് അറിയാവുന്നത്. അതായത് ദർ വാസ് എ ഗോഡ് ഹു വിൽ കം ടു ലിബറേറ്റ് അസ്, ആ ഒരു കാര്യം അറിയാവുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് അറിയാവുന്നത്. സോ ഇവരും ബക്കനിയർ ട്രൈബിൻ്റെ ദൈവമാണല്ലോ ലൂഫി എന്ന് പറയുന്നത്. ഈ ലൂഫി അല്ല, നീക്ക എന്ന് പറയുന്നത്. ആ ഒരു പാനൽ നൈസായിരുന്നു. ഇവള് നോക്കിയിരിക്കുന്ന ആരാ? ബോണി നോക്കിയിരിക്കുന്നത്. ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞ തലയ്ക്ക് എടുത്ത് ചീത്തയും വിളിച്ച് നടന്നവനായിരുന്നു ഞങ്ങളെ ദൈവമെന്ന്. അത് സീനായിരുന്നു. I am your god. I am looking for the god. I am the god. I am the god. അയ്യോ I don't believe in god. അതാരും പറഞ്ഞ ഡയലോഗാ. സോറ. അപ്പൊ ചോപ്പറിന്റെ ഒരു നോട്ടം. ഓ കിടില. ആരാ കൂടെ ഇരിക്കുന്നത്? ഇതിന്റെ ക്യാപ്റ്റൻ ആരാ? അവരാ ദൈവോ? Do you believe in Luffy? അപ്പോഴേ അല്ല, അതിന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളെ മിത്തിക്കൽ സോണിലായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഒന്നിൽ രണ്ട് ഇതുണ്ട്. നോർമൽ ഫോമും ഉണ്ട്, ഹൈബ്രിഡ് ഫോമും ഉണ്ട്. അതായത് ഇപ്പം ലൂഫിയെ നോക്കുകയാണെങ്കിൽ ലൂഫിയുടെ നോർമൽ ഫോം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഹൈബ്രിഡ് ഫോമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതെങ്ങനെ? ലൂഫിയുടെ ഫസ്റ്റ് ഫോമാണ് ഇവൻ്റെ ഗിയർ 5 എന്ന് പറയുന്ന സാധനം. ഗിയർ 5 ഇവൻ മാറുമ്പോൾ ഇവൻ്റെ ഫസ്റ്റ് ഫോമാണ്. അപ്പോഴിവൻ്റെ സെക്കൻഡ് ഫോമോ? ഓക്കെ, ലെറ്റ്സ് ഗോ ടു നമ്മുടെ അളിയൻ ആരായിരുന്നു? കൈഡോളിയൻ.
കൈഡോളിയനെ നോക്കുകയാണെങ്കിൽ കൈഡോളിയന് ഫസ്റ്റ് ഫോം ഉണ്ട്, ഒരു ഹ്യൂമനോഡ് ഫോം ഉണ്ട്. സെക്കൻഡ് ഹൈബ്രിഡ് ഒരു അവൻ്റെ ആ ഒരു സോവൻ ഫ്രൂട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോമുണ്ട്, റിയൽ ഫോമുണ്ട്. 3 ഫോമുണ്ട്. ആസ് എ അവനായ നോർമൽ ആയിട്ടുള്ളത്, 2 ഹൈബ്രിഡ് ആയിട്ടുള്ളത്, 3 അവൻ്റെ റിയൽ ഫോം. ലൂഫിയുടെ നോർമൽ ഫോമുണ്ട്. ഇപ്പം ഇവനെ നോക്കുകയാണെങ്കിൽ ആരാ നമ്മുടെ ലുച്ചി നോക്കുകയാണെങ്കിൽ ലുച്ചിക്ക് നോർമൽ ഫോം ഉണ്ട്, ഹ്യൂമൻ ഫോം ഉണ്ട്, അവൻ അപ്പോഴേ തന്നെ ചെയ്യുന്ന ഫോമുണ്ട്, ആനിമൽ ഫോമുണ്ട്. ഇതുവരെയുള്ള ഏത് സോവൻ നോക്കിയാലും സോവനെല്ലാം അവേക്കൻഡ് ആയതിനു ശേഷം 3 ഫോമുണ്ട്, നോർമൽ, ഹൈബ്രിഡ്, ലാസ്റ്റ് ഫോം. ലൂഫിയുടെ അവേക്കൻഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഫോമാണ് നമ്മൾ കണ്ടേക്കുന്നത്, ആസ് ദ സൺ ഗോഡ് നീക്ക. വാട്ട് അബൌട്ട് ദ തേർഡ് ഫോം? മനസ്സില്ലേ? അപ്പം 2 ഫോമല്ലേ വരാൻ ചാൻസ്? ഇപ്പം അവൻ്റെ ഹൈബ്രിഡ് ഫോം ആസ് എ ഹ്യൂമൻ വിത്ത് പവർ. ഓക്കെ. വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് ഫോം? അതാണ് ഒറിജിനൽ ഫോം. അതെന്ത്? അത് ഇവനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമേ അത് അൺലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ ഇവൻ എടുത്തേക്കുന്ന ഗിയർ 1ഉം 2ഉം 3ഉം എന്നൊക്കെ പറയുന്നത് ഇവൻ്റെ അവൻ വെറും ആലോചിച്ച് മാത്രമേ, അവൻ്റെ വെറും ക്രിയേറ്റിവിറ്റി മാത്രമാണ്. അവൻ്റെ റിയൽ അവേക്കൻ്റെ ഫോം എന്ന് പറയുന്നത് ഗിയർ 5. അവൻ്റെ ഒറിജിനൽ ഫോം അല്ല, ഒരു ഫോം എന്ന് പറഞ്ഞാൽ ഗിയർ 5 ആണ്. അവിടെ മുതലാണ് ഇവൻ സത്യം പറഞ്ഞാൽ ഒരു ഇവൻ്റെ ഫ്രൂട്ടിൻ്റെ പവർ യൂസ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ. അതുവരെ ഇവൻ ജസ്റ്റ് ആ ഒരു അതിൻ്റെ ഒരു റബ്ബറി പവർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇവൻ്റെ പവർ എന്ന് പറഞ്ഞാൽ റബ്ബർ അല്ല, ഇവൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനേഷനാണ്. ഇമാജിനേഷനാണ്. അതാണ് ഇവൻ്റെ പവർ എന്ന് പറയുന്നത് തന്നെ, റബ്ബർ അല്ല. റബ്ബറിന് ചിലപ്പോൾ ഷാങ്സ് ആദ്യം കൊച്ചിലെ പറഞ്ഞു കൊടുത്തോണ്ട് അന്ന് അവൻ പറഞ്ഞു കൊടുത്തു, അയ്യോ നീ തിന്നത് ഫ്രൂട്ടാണ്, അതുകൊണ്ട് മാത്രമാണ് അവൻ ആ ഒരു ഇത് പറഞ്ഞ് നടക്കുന്നത്. അതിന് പകരം ഇത് ഗോഡ് നീക്ക ഫ്രൂട്ടിൻ്റെ ആണ്, ഇതാണ് എബിലിറ്റീസ് എന്ന് പറഞ്ഞ് അവന് മനസ്സിലാക്കി കൊടുത്താൽ അവൻ ട്രൂ. പിന്നെ മരണത്തിൽ കിടന്നു വേണം, മരിച്ചവയ്ക്കാനാവേം വേണം. അത് സംഭവിച്ചല്ലോ. ഇനി ട്രൂ ഫോം മനസ്സിലാക്കണേ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി. അത് മനസ്സിലാക്കിയാലേ ഇനി കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ ഹാക്കി അവൻ നല്ല ഇമ്പ്രൂവ് ആക്കാനുണ്ട്. കണ്ടല്ല ജോയ് ബോയുടെ ഹാക്കി, സ്പോയിലർ അലേർട്ട്. ഒരറ്റത്ത് നിന്ന് തുടങ്ങിയ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഷാങ്സിൻ്റെ ഹാക്കിയോട്ടൊന്നും അടിച്ചു ചെയ്യാനുള്ള ഷാങ്സിൻ്റെ ഹാക്കി എന്ന് പറഞ്ഞാൽ മറ്റേ ഒരിടത്തുനിന്ന് അവന് പറഞ്ഞു വൈഫൈ കണക്കാ, ഒരിടത്തുനിന്ന് പറഞ്ഞു വിടാൻ പറ്റും, പോയി അടിക്കടാന്നുള്ള സെറ്റപ്പ്. അതിൻ്റെ 10 മടങ്ങായിരുന്നു ജോയ് ബോയുടെ ഹാക്കി. കോൺഗ്രസ് ഹാക്കിയിൽ അത് അവൻ ഏകദേശം അവസാനം പറ്റിയിരിക്കുന്ന സമയത്താണ്, പ്രൈം പോലും അല്ല. അതാലോചിച്ചോ, ജോയ് ബോയുടെ ഹാക്കിയിൽ 5 എൽഡേഴ്സ് വിത്ത് മറ്റേ ഇവരുടെ ആനിമൽ ആ ഒരു ഫോം ഉണ്ടല്ലോ, ആ ഒരു ഫോമിൽ നിൽക്കുകയായിരുന്നു. ആ ഒരു ഫോമിൽ നിന്ന് അവർ സാധാ ഹ്യൂമനായി സമൺ ചെയ്ത് വന്ന 4 എൽഡേഴ്സ് പഴയതുപോലെ മരിജോയിൽ പോയി. പോരാത്തതിന് ഇമുവിനെ മുട്ടും കുത്തിച്ച്. അതാണ് ജോയ് ബോയുടെ. അത് വെച്ച് നോക്കുമ്പോൾ ഇവൻ്റെ എന്തോന്നും ഒന്നുമല്ല. അപ്പോൾ അതിന് അത്രയും ഇമ്പ്രൂവ് ആവാറുണ്ട് ലൂഫി. അതാണ് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഇവൻ്റെ വെറും ഫസ്റ്റ് ഫോം മാത്രമാണ് ജോയ്. ഇപ്പോൾ ഈ പറഞ്ഞ ഗിയർ 5 എന്ന് പറയുന്നത് എൻ ഫോമോ അല്ലെങ്കിൽ ലാസ്റ്റ് ഫോമോ ഒന്നുമല്ല ഗിയർ 5 എന്ന് പറയുന്നത്. പിന്നെ ജോയ് ബോയുടെ സിലുവേറ്റ് നമ്മൾ ഇതുവരെ കണ്ടതിനകത്ത് തന്നെ ഓൾറെഡി തന്നെ ചിലപ്പോൾ അത് ഫോർ ഷാഡോ ചെയ്തിരിക്കാം. നമുക്ക് ഗിയർ 5 വരുന്നതിന് മുമ്പ് നമുക്ക് അറിയത്തില്ലല്ലോ ഇത് ഒരു സാധനമാണ്, ഇത് ഓൾറെഡി സ്കൈപ്പേ കാണിച്ചിട്ടുണ്ട്, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. വന്നപ്പോഴല്ലേ മനസ്സിലായത്. ഇതിന് മുമ്പ് തന്നെ ചിലപ്പം ഏതെങ്കിലും ഒരു ആർക്കിൽ വെച്ച് ചിലപ്പോൾ ഫോർ ഷാഡോ വരുന്നുണ്ടായിരിക്കാം ഇവൻ്റെ ലാസ്റ്റ് ഫോം എന്ന് പറയുന്നത്. മേ ബി മറ്റേ ഒരു വാട്ടർ ഗോഡ് മറ്റേ സ്കൈപ്പിലൊരു പാമ്പിനെ കാണിക്കുമല്ലോ ഇവൻ, മറ്റേ അതാണ് വെള്ളത്തിൻ്റെ ദൈവം എന്നുള്ളത് അവിടെ കാണിക്കുന്നത്. ആ സമയത്തല്ലേ പറയുന്ന 4 ദൈവങ്ങളുണ്ട്, ഈ പറഞ്ഞ സണ്ണ്, വാട്ടർ, എർത്ത്, ഫോറസ്റ്റ് ഈ പറയുന്നത്. അപ്പോഴീ പറഞ്ഞ രീതിയിൽ ആ ഒരു ഇതിനെ കാണിച്ചിട്ടുണ്ടെങ്കിലാ അങ്ങനെ ഒരു രീതിയിലുള്ള ഫോം ആയിരിക്കാം, ചിലപ്പോൾ ഒരു ആനിമൽ ടൈപ്പ് ഫോം ആയിരിക്കാം, പറയാൻ പറ്റില്ല. എനിത്തിങ് വിൽ ഹാപ്പൻ. അത് ലാസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഭയങ്കര OP ആണ്, വളരെ OP ആയിരിക്കും. അതണക്ക് തന്നെ ഹാക്കി, കാരണം ഓൾറെഡി തന്നെ പറഞ്ഞുകൊണ്ട് ഡബിൾ ഫ്രൂട്ട് ഒന്നുമല്ല, ഹാക്കിയാണ് ലാസ്റ്റ് പോകുന്ന സാധനം എന്നുള്ളത്. ഹാക്കി ഉണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കും. ഹാക്കി ഇതൊരു 1.5 ഹാക്കി സീനായിരുന്നു മോനെ.
എത്ര 40,000 ആൾക്കാരാണ്ട് ഇവ ഇവിടെ വെച്ച് അടിക്കുമല്ല. 50,000 എത്ര 50,000 വരെ ഇവിടെ വെച്ചാൽ ഫിഷർമാൻ. പക്ഷെ അതേ സമയത്ത് ഇവ റെയിലായിരുന്നെങ്കിൽ അവിടെയുള്ള എല്ലാം തീർന്നേനെ ഓൺ ദ സ്പോട്ടിൽ. ഇപ്പം സാഞ്ചി കോൺകർ എടുക്കണം. സാഞ്ചിക്ക് പക്ഷേ ഇപ്പോൾ ഒരു വില്ലില്ല സത്യം പറഞ്ഞാൽ. ഈ മറ്റേ ഈസ്റ്റ് അല്ല ഓൾഡ് ബ്ലൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം അതിനെക്കുറിച്ച് ഒരു ഇതുമില്ല. ഓൾഡ് ബ്ലൂവിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എനിക്കൊന്ന് ഈ സോറോയ്ക്ക് ഇനി ഇപ്പം ഇത് മറ്റേ ഇതേ പോയി എന്തുവാ വേൾഡ്സ് ബെസ്റ്റ് സ്പോർട്സ്മാൻ മിഹോക്കിനെ അടിക്കണമെന്നുള്ള സാധനം പോലും ഇപ്പം എല്ലാവരും കൂടെ ഇവന്റെ പിറകെയായി. യു ആർ മോർ ഹ്യൂമൻ ദാൻ ഹിം. ഓ എൻ്റെ പോനെ, സൈബോർഗിനെ കണ്ടിട്ടാണ് പറയണത് യു ആർ മോർ ഹ്യൂമൻ. നീയൊന്നും അല്ലടേ, അങ്ങേറെ മുമ്പ് വെച്ച നീയൊന്നും അല്ല, വെറും പുഴു. ഇപ്പം അതുകൊണ്ട് ഇവൻ അതിനെക്കുറിച്ച് പറയുന്നതായിട്ട് ഒന്നും കഴിയില്ല. അതായത് മിഹോക്കിനെ അടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമില്ല തിരിച്ചു വന്നപ്പോൾ പോലെ സോറോയ്ക്ക്. അതാണ് അനദർ ലെവൽ. സോ നമുക്കിതാണ് നമ്മളെ ഈ ഒരു ഇതിനെക്കുറിച്ച് പുതിയൊരു ആർക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം ശരിയാവുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എല്ലാം നമ്മുടെ ഒരു ഐഡിയയിലും നമ്മൾ ആയിട്ട് കണ്ടുപിടിച്ച ഓരോരോ തിയറി വെച്ച് നമ്മൾ കേട്ടതും കണ്ടതും നമുക്ക് തോന്നിയതുമായിട്ടുള്ളത്. സോ എന്തായാലും അടുത്തൊരു ആർക്കിന് വേണ്ടി കാത്തിരിക്കുക ഇല്ലേ. അതൊക്കെ തന്നെ സ്റ്റാൻഡിങ് ഫോർ ഉസപ്പ്. We will always be you. So that's it for the video. So like നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം. അതണക്ക് തന്നെ പുതിയ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് അബൌട്ട് എൽബാഫ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കണ്ടു തീർന്നെങ്കിൽ ഉസോപ്പ് എന്ന് കമന്റ് ചെയ്യുക. ഉസപ്പ് എന്ന് ഗോഡ് ഡി ഉസപ്പ് യു കാൻ കമന്റ് ദാറ്റ്. ഓക്കേ, സോ like, share and subscribe and we are signing off. Bye.